വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. जल्दी से जल्दी आने वाला प्रभु यीशु मसीह के नाम में सभी प्रियों को प्रभु यीशु मसीह के नाम में वंदना. ഒരു ദിവസം കൂടി കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ദാനമായി നൽകി. और एक दिन प्रभु यीशु मसीह ने हमको एक दिन दिया दान के स्वरूप. നിത്യതയുടെ ആ ഒരുക്കങ്ങൾക്ക് വേണ്ടി ദൈവം നൽകിയ ഒരു സമയമാണ് ഇന്നത്തെ ദിവസം. आज का दिन भी हमें अनंतता के लिए तैयारी के विषय में बने रहने के लिए ये दिन दिया है. നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത് ഇന്ന് ഒന്നെങ്കിൽ എൻ്റെ കർത്താവിൻ്റെ വരവിൻ ദിവസമാണ്, ഇല്ലെങ്കിൽ എൻ്റെ അവസാന ദിവസമാണ് എന്നുള്ള നിലയിൽ നമുക്ക് നമ്മളെ തന്നെ ഒരുക്കുവാനായിട്ട് കഴിയണം. इसलिए हमें हमेशा एक बात का मनावस्था रहना चाहिए कि आज का दिन शायद मेरा आखिरी दिन होगा इस दुनिया में जी रहा हूँ, या फिर आज का दिन प्रभु का आगमन होगा. അതാണ് യഥാർത്ഥ ഭക്തന് ആവശ്യമായ ഒരു ചിന്താഗതി. एक सच्चा भक्त का चिंता विषय हमेशा यही रहता है. ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മൾ വളരെ ആത്മീയ ജീവിതത്തിന്റെ വളരെ വിലപ്പെട്ട ആത്മീയ സത്യങ്ങളാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. और मैं प्रभु को धन्यवाद देना चाहता हूँ क्योंकि आत्मिक विषयों में बहुत गहरा सच्चाई के विषय में हम लोग मनन कर रहे हैं. ഇന്ന് പലപ്പോഴും ഇങ്ങനെയുള്ള വിഷയങ്ങളിലേക്ക് ധ്യാനിക്കുവാനോ അതിനുവേണ്ടി സമയം വേർതിരിക്കുവാനോ പോലും പലരും ഒരുങ്ങുന്നില്ല, തയ്യാറാകുന്നില്ല. लेकिन आज के समय में बहुत से लोग इस विषय में कोई तैयार भी नहीं हो रहा है. इस विषय में उनका क्रिया वो लोग नहीं कर रहे हैं. അതുകൊണ്ട് ഞാൻ ഇത് കേൾക്കുവാനായിട്ട് അവസരം ലഭിച്ച എല്ലാ ദൈവമക്കളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. लेकिन मैं प्रभु को धन्यवाद देना चाहता हूँ कि यह सुनने का मौका प्रभु ने अपने बच्चों को दिया. ഞാൻ നിങ്ങളിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ നിങ്ങൾക്ക് അത് വളരെ ആത്മീയ ഉന്നതിക്ക് കാരണമാകുന്നുവെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. हाँ, और अगर ये आप लोगों को आत्मिक उन्नति का फायदा हो रहा है तो प्लीज ये संदेश दूसरों को भी देना जिनको भी आत्मिक उन्नति हो सके. നിങ്ങൾക്ക് എത്രമാത്രം വിശുദ്ധന്മാരുമായിട്ട് നിങ്ങൾക്ക് സമ്പർക്കത്തിലുണ്ടോ, അവരെ സ്നേഹിക്കുന്നുണ്ടോ, നിശ്ചയമായിട്ടും നിങ്ങളിത് മറ്റുള്ളവരിലേക്കും അത് പകർന്നു കൊടുത്ത് ഇതൊരു ശുശ്രൂഷയാണെന്ന് മനസ്സിലാക്കി, ഇത് നിത്യതയിൽ ഇത് കർത്താവിനാൽ ആദരിക്കപ്പെടുന്ന ഒരു ശുശ്രൂഷയാണെന്ന് മനസ്സിലാക്കി നിങ്ങൾ ചെയ്യണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. आप में भी बहुत से पवित्र लोगों के साथ आपका रिश्ता है. अगर आप उनसे प्रेम कर रहे हैं तो वास्तव में ये संदेश अगर आपको आशीष है तो दूसरों को भी आप ये बांटे. ये प्रभु का राज्य के बढ़ोतरी के विषय में एक सेवा समझकर आप कीजिए. അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ ആത്മരക്ഷയെ കുറിച്ച് അനേക കാര്യങ്ങൾ വളരെ വിശദമായി നമ്മളൊന്ന് കണ്ടുകൊണ്ടിരുന്നു. गए दिनों में हम लोग आत्मा का उद्धार के विषय में बहुत गहरा शिक्षण के विषय में हम लोग देख रहे थे. അത് ഭൂതകാല രക്ഷയാണ്, അത് നമ്മൾക്ക് ലഭിച്ചു കഴിഞ്ഞു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ശിക്ഷാവിധിയിൽ നിന്നും നമ്മൾ രക്ഷിക്കപ്പെട്ടു. പാപത്തിന്റെ ശിക്ഷ ഇനി നമുക്കില്ല. അങ്ങനെ ഒരു ഭദ്രമായ ഒരു അവസ്ഥയിൽ കർത്താവിന്റെ കൃപയാൽ നമ്മൾ എത്തിച്ചേർന്നു. तो आत्मा का उद्धार बोले तो भूतकाल में हुआ एक संभव है, ये घटना है जिसकी वजह से हमें पाप का दंड से हमें छुटकारा मिला है. उस अवस्था को कहते हैं आत्मा का उद्धार. അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ പിന്നെ നരകശിക്ഷയിൽ നിന്നും നമ്മൾ പൂർണ്ണമായും മോചിക്കപ്പെട്ട് കഴിഞ്ഞു എന്ന് നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാം. അതാണ് ദൈവ കർത്താവിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. तो एक बार आत्मा का उद्धार अगर हो जाता है तो नरक का दंड के अपराध से, नरक का दंड से पूरा रीति से हम बच चुके हैं, उसका नाश से पूरा रीति से बच चुका है करके वचन के आधार पर स्पष्ट रीति में हम ये बात समझ सकते हैं. എന്നാൽ അതിനെക്കുറിച്ചും വ്യത്യസ്തമായിരിക്കുന്ന അഭിപ്രായങ്ങൾ ആത്മീയ ലോകത്തുണ്ട്. लेकिन इसके खिलाफ भी बहुत सारा आत्मिक दुनियाओं में अभिप्राय और विचार है. ഞാനൊരു കാര്യം നിങ്ങളെ ഓർപ്പിക്കട്ടെ, അത് വാസ്തവത്തിൽ ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. ചില വചനങ്ങളെ കുറിച്ചുള്ള അജ്ഞത മാത്രമാണ്. അത് നിങ്ങൾ ദേഹീരക്ഷ എന്നുള്ള വിഷയം പഠിക്കുമ്പോൾ നിങ്ങൾക്കത് വളരെ ക്ലിയർ ആകും. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നത്, നിങ്ങൾ ഈ വിഷയങ്ങൾ വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആത്മാവിൽ നിങ്ങളിത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കും അത് ഫലകരം, അത് മറ്റുള്ളവരിലേക്കും നിങ്ങൾക്ക് വരാൻ കഴിയും. तो लेकिन वो विषय देखा जाए तो सिर्फ अज्ञानता की वजह से है, वचन का पूर्ण ज्ञान ना होने की वजह से, उस वचन का पीछे का पहलू का उद्देश्य क्या है ना होने की वजह से ये एक झूठा उद्देश्य की रीति में सिखाया बोला जा रहा है. एक बार प्राण का उद्धार का विषय में आप समझ में आएंगे तो आपको समझ में आएगा कि ये वचन जो लिखा गया था प्राण के उद्धार के विषय में था. ये आप समझेंगे तो आपको स्पष्ट क्लियर हो जाएगा और फिर आप प्रेम करने वाले लोगों को भी ये बात बताकर वो सच्चाई को बता सकते हैं. കാരണം ഇന്ന് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ആത്മരക്ഷ നഷ്ടമാകുമെന്നുള്ളത് വാസ്തവത്തിൽ അങ്ങനെയല്ല. പ്രാണന്റെ രക്ഷ നഷ്ടമാകാൻ സാധ്യതയുണ്ട് എന്നുള്ള സൂചനകൾ ബൈബിളിലുണ്ട്. तो लोगों को गलतफहमी क्या है कि एक बार आत्मा का उद्धार हो गया तो वो उद्धार को हम खो सकते हैं करके. लेकिन वास्तव में बाइबल हमें ये नहीं सिखाता. वास्तव में आत्मा का उद्धार तो सुरक्षित है, उसमें कुछ नहीं होगा. लेकिन प्राण का उद्धार के विषय में हम लोग कुछ बातें खो सकते हैं. അപ്പോൾ അവിടെ നമ്മൾക്ക് ഉണ്ടാകുന്ന നഷ്ടങ്ങളെ കുറിച്ച് വചനത്തിൽ പറയുന്നുണ്ട്. അത് ഞാനിപ്പോൾ ഈ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് വളരെ വ്യക്തമാക്കി തരാം.
നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാകും എവിടെയാണ് ജനം വഞ്ചിക്കപ്പെടുന്നത്. तो प्राण का उद्धार के विषय में जब हम शिक्षण और अभ्यास करते हैं समय में, उस समय हमें मालूम पड़ेगा कि कुछ बातों का नुकसान हमें प्रभु के राज्य में हमें लेना होगा करके। उस विषय का शिक्षण में जब हम गहराई में जाएंगे, तब आपको आत्मा का उद्धार और प्राण का उद्धार का विषय में फर्क और जो उद्धार खोने का विषय का फर्क भी आपको और गहराई से समझ में आएगा। അപ്പോൾ ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പാപത്തിന്റെ ശിക്ഷാവിധിയിൽ നിന്ന് നമ്മൾ വിടുവിക്കപ്പെട്ടുവെങ്കിലും നമ്മൾക്ക് ഇതുവരെയും പുത്രത്വം പ്രാപിക്കുന്ന ആ രക്ഷയുടെ പൂർത്തീകരണത്തിലേക്ക് എത്താത്തത് കൊണ്ട് നമ്മൾ ദേഹീയ രക്ഷയുടെ കാര്യത്തിൽ വളരെ സൂക്ഷിക്കണം. तो एक भले ही आत्मा का उद्धार में हमें पाप का दंड के अपराध से तो हम छुटकारा पा चुके हैं, लेकिन पुत्रत्व के प्राप्त करने के विषय में जो हमें आने वाले राज्य में मिलने वाला है, उस राज्य के विषय में हमको जो प्रतिफल के विषय में है वो है प्राण का उद्धार। उसमें कुछ बातें बाकी है जिसमें हमें संभाले रहना है। നമ്മൾ പുത്രത്വം പ്രാപിക്കുന്നത് വരെ പാപത്തിന്റെ ശക്തിക്ക് നമ്മൾ വിധേയരാണ്. तो जब तक हम पुत्रत्व हम नहीं पाते, तब तक हमें पाप के सामर्थ से हम लोग उसमें अधीन हो सकते हैं। ഇവിടെയാണ് നമ്മുടെ രക്ഷയിൽ വളരേണ്ടതിന്റെ പ്രാധാന്യത. यहाँ पर है हमें उद्धार में बढ़ने का उसका प्रयोग जहाँ पर इस्तेमाल किया गया है। നിങ്ങൾ ചിന്തിക്കുക, നമ്മൾ ആത്മരക്ഷ പ്രാപിച്ച സമയം മുതൽ നമ്മുടെ പുത്രത്വം പ്രാപിക്കുന്ന അല്ലെങ്കിൽ കർത്താവ് വന്ന് നമ്മുടെ ശരീരം തേജസ്കരിക്കപ്പെട്ട് എടുക്കുന്ന ആ സമയം വരെയും ആ പുത്രത്വം പ്രാപിക്കുന്നതിലേക്കുള്ള സമയം വരെയുള്ള ഒരു സമയമുണ്ട്. രക്ഷിക്കപ്പെട്ട സമയം മുതൽ കർത്താവ് വരുന്നത് വരെയും ആ സമയം, അല്ലെങ്കിൽ നമ്മൾ മരിച്ച് മാറ്റപ്പെടുന്നത് വരെയുള്ള സമയം, അത് നമ്മുടെ ദേഹീയ രക്ഷയ്ക്കുള്ള സമയമാണ്. तो हम जिस दिन नया जन्म पाया, वो नया जन्म को हम आत्मा का उद्धार कहते हैं। वो समय से लेकर प्रभु का आगमन तक, या फिर हम ये दुनिया छोड़कर प्रभु के पास जाएंगे, वो समय को कहते हैं प्राण का उद्धार का समय। ये समय पर है हमें पुत्रत्व का मिलने का अधिकार के विषय में। ये दुनिया में हम जीते समय में उसके आधार पर पुत्रत्व मिलेगा। वो आधार का ये समय में के विषय पर है प्रभु हमें प्राण का उद्धार सिखाता है। അപ്പോൾ ഇവിടെയാണ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി വളരണം എന്നുള്ള ആ പദപ്രയോഗത്തിന്റെ പ്രാധാന്യത. तो यहाँ पर हम देखते हैं कि उद्धार में तुम बढ़ो करके वो शब्द का जो इस्तेमाल किया गया है वो प्राण के उद्धार के विषय में है। നമുക്ക് ഒരു വാക്യം വായിക്കാം. 1 പത്രോസ് 2-ാം അധ്യായം അതിന്റെ 1-2 വാക്യം. पहला पत्रोस उसका 2रा अध्याय 1 और 2 हम पढ़ेंगे। इसलिए सब प्रकार का बैरभाव और छल और कपट और डाह और निंदा को दूर करके नए जन्मे हुए बच्चों के समान निर्मल आत्मिक दूध की लालसा करो, ताकि उसके द्वारा उद्धार पाने के लिए बढ़ते जाओ। അപ്പോൾ ഇവിടെ നമ്മൾ രക്ഷയ്ക്കായി വളരുവാൻ പറയുന്നതിന്റെ അർത്ഥം നമ്മൾ രക്ഷിക്കപ്പെട്ടില്ലെന്നല്ല, രക്ഷിക്കപ്പെട്ട നാം വീണ്ടും നമ്മൾ വളരണം. तो उद्धार के लिए बढ़ो करके हमने पहला पत्रोस 2:2 में आखिरी भाग में हमने पढ़ा। तो यहाँ पर उद्धार के लिए बढ़ो का उसका मतलब क्या है? नया जन्म पाओ वो नहीं है, नया जन्म पाए हुए लोगों को अभी आगे प्राण का उद्धार में उनको बढ़ना है। അപ്പോൾ നമുക്ക് ആ വളർച്ചയ്ക്ക് തടസ്സമായിരിക്കുന്ന 5 കൂട്ട കാര്യങ്ങളാണ് 1-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളയണം. तो उधर उसका पहला वाक्य में 5 प्रकार की बातें हैं जो इस बढ़ोतरी के लिए रुकावटें हैं। वो ये पहला वाक्य फिर से पढ़ेंगे जरा। सब प्रकार का बैरभाव और छल और कपट और डाह और निंदा, हाँ, ये सब बातों को छोड़कर हमें आगे की ओर बढ़ना है। അപ്പോൾ ഈ കൂട്ടം, ഈ പറഞ്ഞിരിക്കുന്ന 5 കൂട്ടം നിങ്ങൾ ചിന്തിക്കുക. ഒരു പാത്രത്തിന് 5 സുഷിരങ്ങളുണ്ടെന്നിരിക്കട്ടെ, അതിലോട്ട് നമ്മൾ എത്രയെല്ലാം വെള്ളം നിറച്ചോണ്ടിരുന്നാലും അതൊരിക്കലും നിറയത്തില്ല, അത് ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കും. കാരണം അതിൽ സുഷിരമുണ്ട്, വെള്ളം ഒഴുകിപ്പോകാനായിട്ടുള്ള അവസരമുണ്ട്. तो हम देखते हैं कि अगर एक बर्तन को अगर हम लिया जाए तो उस बर्तन में अगर 5 प्रकार के होल, अगर उसमें अगर छेद है तो अगर उसमें हम लोग कितना भी अगर पानी अगर हम उसमें भर दे तो वो बर्तन में कभी भी वो पानी भरेगा नहीं। ഇന്ന് അനേകരും ദൈവത്തിന്റെ വചനം അവർക്ക് ധാരാളമായി ലഭിക്കുന്നുണ്ടെങ്കിലും അവർ വളരുന്നില്ല. കാരണം എന്നാണെന്നറിയാമോ? അവരിൽ ഇങ്ങനെയുള്ള സുഷിരങ്ങളാണ്, ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ അവരിൽ വളരുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് ആത്മീയമായിട്ട് വളരാൻ കഴിയുന്നില്ല. तो आज बहुत से विश्वासियों को आत्मिक रीति से बढ़ोतरी क्यों नहीं हो पा रहा? क्योंकि ये 5 प्रकार का स्वभाव जो यहाँ पर लिखे गए हैं, जो एक समान बर्तन में छेद के समान है, ये स्वभाव उनके अंदर होने की वजह से, वो सही गुण ना होने की वजह से उनको आत्मा में बढ़ने नहीं हो पा रहा। അപ്പം നമുക്ക് നമ്മളെ പരിശോധിക്കേണ്ടത് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ പാപ സ്വഭാവങ്ങളിൽ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ? तो इसके लिए हमें अभी क्या परखना है
कि हमारे जीवन में इस प्रकार का कोई भी दुष्ट गुण हमारे अंदर है क्या। കായിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ അവൻ ദുഷ്ടനിൽ നിന്നുള്ളവൻ, അവൻ ദുഷ്ടതയാണ് പ്രവർത്തിച്ചത്. काइन के विषय में हम देखते हैं कि वो दुष्ट से आया है और वो दुष्टता ही क्रिया किया है. നമ്മൾ 1 യോഹന്നാൻ 3:12 വായിക്കുന്നുണ്ട്. पहला यूहन्ना 3:12 में हम पढ़ते हैं. പിന്നെ കായിൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി, അവൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദുഷ്ടന, അവൻ ദുഷ്ടതയെ അവനിൽ ഉണ്ടാകും. तो 12 पढ़ेंगे. काइन के समान न बने जो उस दुष्ट से था. बस तो काइन के समान ना बने जो दुष्ट से ही था. इसके लिए वो दुष्ट से था, इसके लिए दुष्ट का कार्य ही वो किया. അപ്പോൾ അല്ലേ ദൈവത്തിന്റെ വചനത്തിൽ പറയുന്ന ഓരോ കാര്യങ്ങളും അത് എത്ര വ്യക്തമാണ് നമ്മൾ മനസ്സിലാക്കണം, എത്ര വ്യക്തവും എത്ര ശക്തവുമാണ്. इसलिए प्रभु का वचन में लिखा हुआ बातें वो कितना स्पष्ट रीति से लिखा गया है और कितना कृत्य रीति से, सही रीति से लिखा है. वो നമ്മള് കർത്താവിനെ പഠിപ്പിച്ചല്ലോ മത്തായി 7:18, നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്പാൻ കഴിയുകയില്ല, അത് കഴിയത്തില്ല. हम मती का पुस्तक 7:18 पढ़ेंगे. मती का सुसमाचार 7:18. अच्छा पेड़ बुरा फल नहीं ला सकता और न निकम्मा पेड़ अच्छा फल ला सकता है. तो ये नहीं हो सकता है ये बात. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ദൈവത്തിൽ നിന്നുള്ളവരാണെങ്കിൽ പിന്നീട് നമ്മൾ എന്തിനു പാടില്ല, ഇങ്ങനെയുള്ള ദുഷ്ടത പാടില്ല. കാരണം നമ്മുടെ അങ്ങനെയുള്ള ഫലം ഉളവാകുന്നെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾക്ക് ഒരു കാരണവശാലും നമ്മൾ യഥാർത്ഥമായി വീണ്ടും ജനിച്ചോ എന്ന് പോലും സംശയിക്കത്തക്ക ഒരു അനുഭവമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. तो इसके लिए अगर हम प्रभु के लोग हैं, आत्मा से अगर हम जन्मे हैं, तो इस प्रकार का दुष्ट प्रकार की क्रियाएं या फल हमारे अंदर दिखना नहीं चाहिए. ये सब बातों से हमें दूर छोड़कर हमें बाहर निकलना है. अगर यही प्रकार का फल ही अगर हमारे अंदर उत्पन्न होता है तो फिर हमारा आत्मा का उद्धार के विषय में सही रीति से हुआ है कि नहीं, ये बात को परखना बहुत जरूरी है. എല്ലാ ദുഷ്ടതയും, എല്ലാ ചതിവും, എല്ലാ വ്യാജഭാവവും, എല്ലാ അസൂയയും, എല്ലാ നുണയും നീക്കി കളയണം. सब प्रकार का द्वेष, सब प्रकार का ईर्ष्या, सब प्रकार का झूठ बोलना, सब प्रकार का कपटी, ये सब बातों को हमें छोड़ना है. നമ്മൾ ക്രിസ്തുവിലായി കഴിഞ്ഞാൽ നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവസന്നിധിയിൽ നമ്മൾ നിഷ്കളങ്കരായി ജീവിക്കണം എന്നുള്ളതാണ്. इसलिए हम मसीह में है करके बोल दिया, वचन कहते समय में तो सब प्रकार का निष्कलंकता को छोड़कर मसीह का स्वभाव में हमें बढ़ना है. നമ്മള് निष्कलंकता में जीना. നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാലോ, എഫേസ്യർ 1:4 വായിക്കുന്നത്, നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തെരഞ്ഞെടുത്തു. उसका एफेसियों का पुस्तक 1 अध्याय वाक्य 14 में हम पढ़ते हैं. 1:4 सॉरी, हाँ, एफेसियों 1:4. जैसा उसने हमें जगत की उत्पत्ति से पहले उसमें चुन लिया कि हम उसके निकट प्रेम में पवित्र और निर्दोष हो. हाँ, प्रेम में पवित्र और निर्दोष हो. അപ്പോൾ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മളിലുള്ള എല്ലാ വിധത്തിലുള്ള ദുഷ്ടതയും ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നമ്മൾ നീക്കിക്കളണം. അത് നാം നീക്കിക്കളണം. അങ്ങനെ എന്തെങ്കിലും നമ്മൾ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ കർത്താവിന് അടുക്കും തോറും ആ വെളിച്ചത്തിൽ നമുക്ക് ഈ സത്യം വെളിപ്പെടും. അതെല്ലാം നീക്കിക്കളയുവാൻ നമുക്ക് നമ്മുടേതായ ഉത്തരവാദിത്വമുണ്ട്. तो ये हमारा जिम्मेदारी है कि सब प्रकार का द्वेष, ईर्ष्या, नफरत, झूठ बोलना, कपटी स्वभाव, ये सब प्रकार जो हमारा जिम्मेदारी बनता है. क्योंकि वचन का प्रकटीकरण में हम जितना हम आते हैं समय में, उससे हमें प्रकट होता है कि ये सब स्वभाव हमारे अंदर है. ये सब बातों को निकाल फेंकना है. ഇന്നും നമുക്ക് കാണാൻ കഴിയും, വിശ്വാസം എന്ന് പറയുന്നവർ എത്രയോ പേര് ചതിയന്മാരായിട്ടുണ്ട്. എന്തെല്ലാം കാര്യങ്ങളിൽ അവര് മനുഷ്യനെ വഞ്ചിക്കുന്നു, ചതിക്കുന്നു. അങ്ങനെയുള്ള ചതിയന്മാരെ നമുക്ക് കാണാൻ കഴിയും. आज भी देखो, विश्वास की दुनिया में कितना हम धोखा देने वाले लोगों को हम देखते हैं, जो धोखा देकर चुपड़ी चुपड़ी बातें बोलकर धोखा देकर हमें दुखी करने का, निराशा का अवस्था में लेकर आता है. നമ്മളോട് കൂടെ നടന്നിട്ട് നമ്മളുമായിട്ട് ഏകമനസ്സില്ല, നമ്മളുമായിട്ട് ഐക്യതയില്ല. എന്നാൽ അവര് നമ്മളെ കുറിച്ച് ദൂഷണങ്ങൾ പറഞ്ഞും നമ്മളെ കാണുമ്പോൾ ചിരിച്ചും നമ്മളെ കാണുമ്പോൾ വളരെ സ്നേഹം പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേ അവരുടെ ഉള്ളിൽ മുഴുവൻ ചതിവാണ്. तो हमारे साथ रुकते समय में हंसते हैं, एकदम आनंद से हम रहते हैं, लेकिन हमारे विषय में किसी और को जाकर सब प्रकार का बुराई बातें बोलकर, मतलब हमारे सामने आते समय हंस के दिखाते हैं, लेकिन एकता तो हृदय में है नहीं, और दूसरे को सब बुरा भला बातें बोलकर इस तरह का धोखा देने का स्वभाव उधर दिखाते हैं और हमारे सामने आकर कपटी स्वभाव दिखाते हैं. അബ്ശാലോം എല്ലാവരെയും കാണുമ്പോൾ അവരെ വിളിച്ച് ചുംബനം കൊടുത്ത്, ഓ നീ പറഞ്ഞ കാര്യം ശരിയാണ്, ഞാൻ അങ്ങനെയുള്ള ഒരു ന്യായമായിട്ട് ഇരുന്നിരുന്നെങ്കിൽ നിന്റെ കാര്യം ഞാൻ
സാധിപ്പിച്ചു തന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഹൃദയത്തെ വശീകരിക്കുന്ന ചതിവിന്റെ പ്രയോഗങ്ങൾ. जैसा अब्शलोम ने सभी लोगों को जाकर मिलकर उसने गले लगा के चुंबन देकर सब प्रकार की बातें मीठे बातें करके लोगों को इकट्ठा कर सब बातें करके बोला, अरे मैं अगर ऐसा किया होता, मैं भी ऐसा स्वभाव का होता, अच्छा न्याय होता बोलकर इस तरह सभी लोगों को अपना वश में करने का एक स्वभाव उसने दिखाया. കൂട്ടായ്മയിൽ തന്നെ എങ്ങനെയുള്ള ചതിയന്മാരെ നമുക്ക് കാണാൻ കഴിയും. കൂടത്തിൽ നടന്നുകൊണ്ട് മറ്റുള്ളവരുടെ ഹൃദയം അവഹരിച്ചുകൊണ്ട് നമ്മളെ എങ്ങനെയെങ്കിലും കൂട്ടായ്മയിൽ അകറ്റുവാനായി ശ്രമിക്കുന്ന ചില ചതിയന്മാരായിരിക്കുന്ന സഹോദരന്മാർ. संगति में भी अगर हम देखा जाए तो इस प्रकार के लोग होते हैं, हमारे बीच में रुककर, हमारे मध्य में रुककर सब प्रकार का मीठे बातें बोलकर वो लोग हमें अपना वश में करके सब मीठे बातें बोलने के बाद में ऐसा अवस्था में हमें गिरा देते हैं कि हम कलीसिया छोड़कर दूर हो जाने का अवस्था में हो जाता है. നോക്കണം, അവര് മറ്റുള്ള ചിലരെയും കൂടി വശീകരിച്ച് സഭയിൽ നിന്നും അവരെന്ത് ചെയ്തു? ചതിയിലൂടെ അവരെ തെറ്റിക്കുന്നു. तो वो लोग क्या करते हैं? वो लोग खुद कलीसिया छोड़ने का निर्णय लेते समय में दूसरों को भी मीठी बातें बोलकर उनको धोखा देकर उनको कलीसिया से उन लोग के साथ में खींच कर लेकर जाता है. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഭാവനയിൽ ജീവിക്കുന്നവരുണ്ട് സഭയിലേക്ക്. इस तरह का भावना और स्वभाव में जीने वाले लोग कलीसिया में ही पाएंगे. അവർക്ക് ഒരിക്കലും ആത്മീയമായിട്ട് വളരാൻ കഴിയുന്നില്ല. അവർ വാസ്തവത്തിൽ അവർ വളരുന്നത് ഒരു പൈശാചികമായ ശക്തിയില്ല. तो ऐसे लोग कभी भी आत्मिक रीति से कभी बढ़ोतरी नहीं होता, बल्कि शैतानी सामर्थ्य में उसकी दम में वो लोग बढ़ेंगे. വ്യാജഭാവം, झूठा स्वभाव. നമുക്കറിയാം അനന്യാസിന്റെ സഭയുടെയും കാര്യം അവരിൽ വ്യാജഭാവമായിരുന്നു. അവര് ഭക്തിയുടെ ആ വേഷത്തിലായിരുന്നെങ്കിലും അവര് വ്യാജം കാണിച്ച് അവർ മിടുക്കരാകാനായിട്ട് മറ്റുള്ള മുമ്പിൽ ഞങ്ങൾ വലിയ ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരാണെന്ന് പ്രകടിപ്പിച്ചുകൊണ്ട് അവർ വ്യാജഭാവം അഭിനയിക്കുകയായിരുന്നു. तो झूठा स्वभाव हम देखते हैं अनन्यास और सफेरा के विषय में वो लोग किस तरह लोगों के सामने उन लोगों को इज्जत बढ़ाने के लिए, देखो ये लोग कितना अच्छा भक्त है दिखाने के लिए एक कपटी भक्त उन लोग ने दिखाकर अपने उन लोग ने क्या किया, एक झूठा स्वभाव उन लोगों ने सबके सामने दिखाया. അനേക കാര്യങ്ങളിൽ വ്യാജഭാവം നടിക്കുന്നവർ ഇന്ന് ആത്മീയ കോളത്തിലുണ്ട്. बहुत सारे बातों में क्षेत्रों में झूठा ये स्वभाव दिखाकर जीने वाले बहुत सारे विश्वासी लोग ही आज आत्मिक दुनिया में है. അസൂയ, ईर्षा. നമുക്കറിയാം അല്ലെ, പിന്നെ സൗലിന് ദാവീദിനോട് അസൂയ തോന്നി. हम देखते हैं कि साउल को दाऊद के विषय में ईर्षा हुआ. യോസഫിനോട് സഹോദരന്മാർക്ക് അസൂയ തോന്നി. यूसुफ के विषय में देखते हैं भाइयों को यूसुफ के ऊपर ईर्षा हुआ. ഇവയെല്ലാം ഒരു വലിയ കൊലപാതകത്തിൽ ചെന്ന് വലിയ നാശത്തിൽ ചെന്ന് കലാശിച്ചു. और ये सब आगे चलकर हत्या का जैसा अवस्थाओं में पाप में और बड़ा नाश के अवस्था में पहुंच गया. പ്രിയമുള്ളവരെ, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഏതെങ്കിലും പാപസ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തെ അത് സാരമായി ബാധിക്കും. इसलिए प्रिय, अगर हमारे अंदर इस तरह का कोई भी दुष्ट स्वभाव अगर हमारे हृदय में रहेगा तो हमारा आत्मिक बढ़ोतरी के लिए बहुत रुकावट बनकर वो हमें गिरा सकता है. എല്ലാ നുണയും, सब प्रकार का झूठ बोलना, എല്ലാ നിലയിലുള്ള നുണകൾ ദൈവമക്കൾ മാറ്റിക്കളഞ്ഞു. നുണയന്മാർക്ക് ഒരിക്കലും ദൈവത്തിലൂടെ അയക്കാൻ കഴിയില്ല എന്ന് നമ്മള് വെളിപ്പാട് പുസ്തകം 21:27 വായിക്കുന്നുണ്ടല്ലോ. हम लोग प्रकटीकरण का पुस्तक 21 का 27 में, रेवलेशन 21:27 में जो झूठ बोलते हैं परमेश्वर का राज्य में प्रवेश नहीं करेंगे करके वहां पर हम पढ़ सकते हैं. അവർ കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായ യാതൊന്നും മ്ലേച്ഛതയും പോഷകം പ്രവർത്തിക്കുന്നവർ ആരും അതിൽ കടക്കയില്ല. परंतु उसमें कोई अपवित्र वस्तु या घृणित काम करने वाला या झूठ का गढ़ने वाला किसी रीति से प्रवेश न करेगा. झूठ करने वाला, പോഷ്കിൽ പ്രിയപ്പെടുന്നവരാണ് അവർ. तो ये लोग वो लोग हैं जो झूठ बोलने में उनको प्रिय लगता है. പോഷ്ക് കൊണ്ടാണ് അവർ ജനത്തെ വഞ്ചിക്കുന്നത്. उन्हें झूठ बोलकर लोगों को बहकाते हैं. നമുക്കറിയാം പിശാചിന്റെ ഒരു പേര് പോഷ്കിന്റെ പിതാവെന്ന്. हम लोग जानते हैं कि शैतान का एक नाम है झूठ का पिता. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. इसलिए प्रभु का वचन स्पष्ट रीति में कहता है कि ये सब बातों से दूर रहे. അപ്പോൾ ഇതെല്ലാം നീക്കിക്കളഞ്ഞെങ്കിൽ മാത്രമേ ദൈവവചനത്തിലൂടെ നമുക്ക് രക്ഷയ്ക്കായി വളരുവാൻ കഴിയൂ. तो ये सब बातों से अगर हम हटा देंगे तो ही प्रभु के बातों में और वचनों में हम बढ़ सकते हैं. ഞാൻ ഇനി ഒന്നുകൂടെ അതിനെ ഒന്ന് വിശദീകരിക്കാനായിട്ട് ഒരു വാക്കുകൾ വായിക്കാൻ ആഗ്രഹിക്കുന്നു. യാക്കോബിന്റെ ലേഖനം 1-21 വാക്യം. तो याकूब का पुस्तक पहला अध्याय उसका 21वां वाक्य में हम वो वाक्य पढ़कर उसको और स्पष्टता लाना चाहता हूँ. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവീൻ. इसलिए सारी मलिनता और बैर भाव की बढ़ती को दूर करके उस वचन को नम्रता से ग्रहण कर लो जो हृदय में बोया गया और जो तुम्हारे प्राणों का उद्धार कर सकता है. ഇവിടെ മലയാളികളായ സഹോദരങ്ങളോട് ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുക. यहाँ पर मैं मलयाली भाइयों के लिए खास रूप में उठाकर मैं कहना चाहता हूँ. ഇവിടെ നമ്മുടെ മലയാളത്തിൽ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവിൻ. ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതെന്ന് പറഞ്ഞിരിക്കുന്നത്. तो वहाँ पर मलयालम में जब हम पढ़ते समय में जो आत्मा को बचा
रास्ता है करके उस रीति आत्मा करके शब्द वहां पर लिखा गया है। എന്നാൽ അവിടെ ആത്മാക്കളെ രക്ഷിക്കുന്ന വിഷയത്തെ കുറിച്ച് അല്ല സംസാരിക്കുന്നത്. लेकिन वहां पर आत्मा को बचाने का विषय में वो रिश्ता में है ही नहीं वो बात। നിങ്ങൾ ഒരു കാര്യം ഇവിടെ വളരെ ശ്രദ്ധിക്കണം. यहाँ पर सभी मलयाली भाई लोग ध्यान से सुनना। ഇവിടെ നമ്മുടെ മലയാളം പരിഭാഷയില് അവിടെ വലിയൊരു വീഴ്ച വന്നിട്ടുണ്ട്. यहाँ पर मलयालम परिभाषा में एक बहुत बड़ा गिरावट आया है। നമ്മൾ രക്ഷിക്കപ്പെട്ടവര് രക്ഷയിൽ വളരേണ്ട വിഷയമാണ് ഇവിടെ പറയുന്നത്. यहाँ पर जो लोग उद्धार पाए हैं, जिसको नया जन्म मिला है, वो लोगों को अभी उद्धार में आगे बढ़ने का विषय में बातें लिखा गया है। അപ്പോൾ എന്നാൽ അത് പൊതുവെ ആൾക്കാര് പ്രസംഗിക്കുമ്പോൾ പോലും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. പലപ്പോഴും പലരും ഇവിടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇത് ആത്മാക്കളുടെ രക്ഷയെക്കുറിച്ചല്ല, ദേഹി രക്ഷയെക്കുറിച്ചാണ്. ഇവിടെ സഹോദരി ഇവിടെ ഹിന്ദിയിൽ വായിച്ചപ്പോൾ ഹിന്ദിയിൽ വളരെ ക്ലിയർ ആയിട്ട് വന്നു, അവിടെ ദേഹി രക്ഷ അല്ലെങ്കിൽ പ്രാണന്റെ രക്ഷ എന്ന് വന്നു. तो वहां पर मैंने बहुत सारे प्रचारक लोगों को जब यह वाक्य लेते समय में आत्माओं को बचाने वाले इस रीति में वो लोग प्रचारक ऐसा बोलकर मैंने बहुत से प्रचारक को मैंने सुना है, लेकिन वास्तव में आत्मा का बचाने के विषय में वहां पर नहीं है। अगर हिंदी परिभाषा में उसको अगर पढ़ेंगे तो प्राण का बचाने के विषय में है। प्राण का वो शब्द वहां पर आया है जो करेक्ट, जो सही परिभाषा है। നിശ്ചയമായും നമ്മൾ വീണ്ടും ജനിക്കുന്നത് ദൈവവചനത്താലാണ്. हम लोग ये बात तो सत्य है कि परमेश्वर का वचन के द्वारा ही हम लोग का नया जन्म होता है, आत्मा का उद्धार हो रहा है। കാരണം വീണ്ടും ജനനം മറ്റൊന്നിനാലുമല്ല തിരുവചനത്താൽ തന്നെയാണെന്ന് നമ്മള് പിന്നെ 1 പത്രോസ് 1-ാം അധ്യായം അതിന് 23-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ടല്ലോ. हम लोग ये तो बात स्पष्ट है कि पहला पत्रोस 1 अध्याय उसका वाक्य 23 में हमारा जो नया जन्म हो रहा है प्रभु का वचन के द्वारा हो रहा है करके लिखा गया है। കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. पढ़ेंगे। तुमने नाशवान नहीं पर अविनाशी बीज से परमेश्वर के जीवित और सदा ठहरने वाले वचन के द्वारा नया जन्म पाया है। ഇവിടെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ എങ്ങനെയാണ് നമ്മൾ വീണ്ടും ജനിക്കുന്നതെന്ന്. तो इधर स्पष्ट रीति में हम यहाँ पर देखते हैं कि किस रीति से हमारा नया जन्म हो रहा है। നാം വീണ്ടും ജനിക്കുന്നത് അല്ല ദൈവത്തിന്റെ വചനത്താലാണ്. हम लोग नया जन्म कैसा हो रहा है? परमेश्वर के वचन के द्वारा। എന്നാൽ ഈ വീണ്ടും ജനിച്ച നാം വീണ്ടും പിന്നെ ആത്മീയ ജീവിതത്തിൽ വളരുവാനായിട്ട് ആ വളർച്ചയാണ് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ ചിന്താവിഷയം. तो आज का हमारा चिंता विषय क्या है? जिन्होंने नया जन्म पाया हुआ लोग, वो लोग किस रीति से आत्मिक रीति में बढ़ोतरी हो रहे, उद्धार में बढ़ रहे हैं, वो विषय को हम देख रहे हैं। പ്രിയമുള്ളവരെ, ആ വളർച്ചയ്ക്കും നമുക്ക് ദൈവവചനം തന്നെയാണ് നമുക്ക് ആവശ്യം. इसलिए हे प्रियो, वो बातों में भी बढ़ने के लिए हमें प्रभु का वचन ही हमें मदद करता है। ഞാനിവിടെ നമ്മളിവിടെ ഈ വായിക്കുന്ന ഈ പിന്നെ ആത്മരക്ഷ എന്ന് നമ്മളിപ്പോൾ യാക്കോബ് 1:21 വായിച്ച ആ കാര്യം, അവിടെ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാം. അവിടെ നമ്മൾ വായിക്കുന്നത് ദേഹീരക്ഷ വരണ്ട, ദേഹീരക്ഷ. तो यहाँ पर हमने याकूब 1:21 में जहाँ पर हमने पढ़ा, उस वहां पर प्राण का उद्धार आना चाहिए। प्राण का उद्धार को बचाने के लिए वो वचन हमारे अंदर बोया गया है। അപ്പോൾ ഈ ദേഹീരക്ഷ എന്ന് പറയുന്നതും ജീവരക്ഷ എന്ന് പറയുന്നതും പ്രാണന്റെ രക്ഷ എന്ന് പറയുന്നതും മൂന്നും ഒന്നാണ്. तो यहाँ पर प्राण का उद्धार के विषय में और जीवन का उद्धार करके कोई वाक्यों में जीवन का उद्धार करके शब्द लिखा गया है। वो इस तरह का वाक्य अगर पढ़ेंगे तो वो दोनों एक ही अर्थ में आता है। നിങ്ങൾ ഈ മൂന്ന് വാക്യങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കണം. ये बातों को आप लोग ध्यान पूर्वक देखना। ജീവരക്ഷ, जीवन का रक्षा, ദേഹീരക്ഷ, प्राण का उद्धार അവർ പ്രാണന്റെ രക്ഷ. और प्राण का ദേഹി, പ്രാൺ, അവർ ജീവൻ. देही प्राण। അത് നമ്മൾ ആ ശബ്ദങ്ങൾ ओके ओके बाइबल में अभी क्योंकि मलयालम भाषा में इस तरह लिखा, इसके लिए प्राण का उद्धार दो बातों में है और जीवन का उद्धार। देखिए यहाँ पर तीनों शब्द मलयालम में हैं, इसलिए मैं मलयाली लोगों के लिए विशेष करके मैं मतलब कई भाषाओं में इतना अलग अलग नहीं, मतलब 2 रीति में, परंतु यहाँ पर मलयालम में 3 प्रकार है. मैं इसी कारण उसको आपको उस रीति में बताना चाहता हूँ. मैं അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ഈ ബൈബിളിൽ, മലയാളം ബൈബിളിൽ ഈ 3 കാര്യങ്ങളും പ്രത്യേകം എഴുതിയിരിക്കുന്നതുകൊണ്ടാണ് ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നത്. तो मलयालम बाइबल में 3 रीति में प्राण को 2 बार अलग अलग शब्दों का इस्तेमाल करके मलयालम बाइबल में लिखा गया है, इसलिए प्राण को 2 बार और जीवन का उद्धार, ये 3 शब्द जब आते हैं समय में वो एक ही प्राण का उद्धार के विषय में ही कहा गया है. അപ്പോൾ പലയിടത്തും പിന്നെ ഈ ജീവരക്ഷയുടെ കാര്യവും ദേഹീരക്ഷയുടെ കാര്യവും പ്രാണന്റെ രക്ഷയുടെ കാര്യവും എല്ലാം പലയിടത്തും മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് ആത്മരക്ഷ എന്നാണ്.
तो हाँ, तो ये जीवन का उद्धार और प्राण का उद्धार करके जब ये शब्द लिखते समय में बहुत जगह पर मलयालम बाइबल में हम देखते हैं उसको आत्मा का उद्धार करके लिखा गया है। അല്ലെങ്കിൽ ജീവന്റെ രക്ഷയെന്ന് പിന്നെ ഒരു സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്. നമ്മൾ എബ്രായ ലേഖനം 10-ാം അധ്യായം 39-ാം വാക്യം വായിക്കുക. इब्रानियों 10:31 हिब्रूज 10:31 में पढ़ते समय 10:39 में जीवन का उद्धार करके बोला है। അവിടെ പിന്നെ പറഞ്ഞിരിക്കുന്നതും യഥാർത്ഥത്തിൽ ദേഹരക്ഷയെക്കുറിച്ച് തന്നെയാണ്, പക്ഷെ മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത് ജീവരക്ഷ എന്നാണ്. तो उसको पढ़ेंगे हिंदी में हम हटने वाले नहीं कि नाश हो जाए, पर विश्वास करने वाले हैं कि प्राणों को बचाए. ഹിന്ദി ഭാഷയിൽ എഴുതിയിരിക്കുന്നത് വളരെ കറക്റ്റാണ്. तो हिंदी जो परिभाषा में लिखा गया है वो बहुत ही सही लिखा है, എന്നാൽ മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് തെറ്റാണ്. लेकिन मलयालम में वो गलत लिखा है। മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ വാക്യം പിന്നെ പ്രാണൻ എന്നുള്ളിടത്ത് നമ്മുടെ ഇവിടെ എഴുതിയിരിക്കുന്ന ജീവരക്ഷ എന്ന് പറഞ്ഞാൽ പ്രാണന്റെ രക്ഷയും ജീവരക്ഷയും രണ്ടും ഒന്നാണ്. हाँ, तो मलयालम में जो लिखा गया है प्राण का उद्धार, उसको जीवन का उद्धार करके लिखा गया है, जीवन को बचाने के लिए। तो वो वास्तव में जीवन को बचाने के लिए या प्राणों को बचाने के लिए वो दोनों एक ही अर्थ में आता है, वो सही है। ഞാൻ അതിനെ ഒന്നുകൂടെ മനസ്സിലാക്കാനായിട്ട് ഞാൻ ഒരു വാക്യോടെ നിങ്ങൾ വായിപ്പിക്കാൻ ആഗ്രഹിക്കുക. वाक्य को और स्पष्ट समझने के लिए मैं और एक वाक्य में लेना चाहता हूँ। നമ്മുടെ മലയാളത്തിൽ എഴുതിയിരിക്കുന്ന ഒരു വലിയ തെറ്റ്, അതിനെ ആൾക്കാർ തെറ്റിദ്ധരിച്ചിട്ടാണ് ഈ രക്ഷ നഷ്ടമാവുന്നൊക്കെ പഠിപ്പിക്കാൻ കാരണം. तो मलयालम परिभाषाओं में जब हम पढ़ते समय में ये सब वाक्यों को पढ़कर देखो तुम्हारा उद्धार खो जाएगा, तुम नष्ट हो जाओगे, नरक में जाओगे, ये सब वाक्य लेकर झूठा उपदेश शिक्षण देने वाला ये सब वाक्यों के आधार पर है, वो सही परिभाषा बताने के लिए मैं वाक्य ले रहा हूँ। കാരണം നമുക്കറിയാം, നമ്മളിപ്പോ വായിച്ച എബ്രായർ 10:39 വായിച്ചെന്തുവാ, നാമോ നാശത്തിലേക്ക് പിന്മാറുന്ന കൂട്ടത്തിലല്ല വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ വിഷയം എന്തുവാ, प्राणन रक्षे विषय। तो वहां पर हाँ, इब्रानियों का पुस्तक 10:39 में हम पढ़ते समय हम तो वो नाश के लिए नहीं है, बल्कि क्या है विश्वास करके प्राण को बचाने के विषय में, प्राण के उद्धार में बढ़ने के विषय में। यहाँ पर नाश होकर नरक में जाएंगे वो विषय है ही नहीं, बल्कि विश्वास हो जाने के बाद नया जन्म पाने के बाद क्या है, आत्मा का उद्धार में बढ़ोतरी पाने का विषय है। എന്നാൽ പലരും തെറ്റിദ്ധരിച്ച് പറയുന്നത് എന്നാ അറിയോ, അവർ പിന്മാറി പോയി അവരുടെ നരകത്തിലേക്ക് പോകുക. എന്റെ പ്രിയ സഹോദര സഹോദരി, എന്റെ വിശുദ്ധന്മാരെ, നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾ പിന്മാറ്റം, നിങ്ങൾ എത്രയോ പ്രാവശ്യം പിന്മാറിപ്പോയിട്ടുണ്ട്, അങ്ങനെ നിങ്ങൾ നരകത്തിലല്ലേ പോകണ്ടേ? അങ്ങനെയല്ല ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ രക്ഷ ആത്മരക്ഷ നഷ്ടമാകുന്നല്ല, ആത്മരക്ഷ നഷ്ടമാകുന്ന ഒരു വിഷയമേ വരുന്നില്ല. तो इसके लिए ये सब वाक्य देखो तुम लोग उद्धार खो बैठेंगे बोलकर, यदि तुम पीछे चले गए, वापस संसार में चले गए तो तुम्हारा उद्धार खो बैठेगा, तुम वापस नरक में जाएगा बोल के, इसलिए ऐसा वाक्य लेकर लोगों को डराने का अवस्था में हम देखते हैं, लोग ऐसा करते हैं। लेकिन वास्तव में ये वाक्य हमारा उद्धार खोने का विषय का बात है ही नहीं, क्योंकि हम लोग कितने बार जीवन में विश्वास हो जाने के बाद कितने बार हम पीछे हो जाते हैं जाने अनजाने में, मतलब अभी हमारा अवस्था पक्का नरक है अगर ये वाक्य के अनुसार। लेकिन ये उद्धार खोने का विषय का बात है ही नहीं, लेकिन उद्धार पाने के बाद आज प्राण का उद्धार में बढ़ोतरी और आगे बढ़ने का विषय में ये बात लिखा गया है। നിങ്ങളൊന്ന് ചിന്തിക്കുക, നിങ്ങൾ അല്പമെങ്കിലും പിന്മാറ്റത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നശിച്ചു പോകുന്ന നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ, അങ്ങനെയാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങൾ നിത്യതയിൽ കർത്താവിൽ എത്താൻ യോഗ്യരാണോ? तो फिर अगर अभी आपका वही विषय को अगर हम लिया जाए तो हमने जरा सा पीछे हट गया, जरा सा हम लोग आत्मा के विरुद्ध हम लोग कार्य किया, तो चलो अभी हमारा उद्धार खो बैठा, अभी हम लोग नरक में जाएंगे करके, नाश हो जाएंगे करके सोचकर उस तरह दुखी बैठे, ऐसा अवस्था में क्या हम लोग प्रभु का राज्य में प्रभु से मिल पाएंगे क्या? അല്ല, നമുക്ക് ഒന്നുകൂടെ വീണ്ടും ജനിക്കേണ്ട ആവശ്യമുണ്ടോ? तो ऐसा नहीं, चलो मुझे अभी दोबारा नया जन्म लेना पड़ेगा, मतलब एक बार तो नया जन्म हो गया, फिर से अभी नया जन्म लेना पड़ेगा, ऐसा है क्या? അങ്ങനെയല്ല ദൈവമക്കളെ, ऐसा नहीं है प्रियो। നമ്മൾ ഈ വചനങ്ങളെ നമ്മൾ അതുകൊണ്ട് നിങ്ങൾ ആവോളും നിങ്ങൾക്ക് മറ്റുള്ള ഭാഷകളിലും കൂടെ വചനം വായിക്കുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന ഭാഷ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള കേട്ട് ശരിക്കും അതിനെ മനസ്സിലാക്കണം. इसीलिए हो सके तो दूसरा भाषाओं में भी अगर आप बाइबल पढ़ेंगे तो बहुत अच्छा होगा, यदि आपको दूसरा भाषाओं में पढ़ने होता है तो। नहीं तो किसी और भाई का मदद लेकर जो दूसरा भाषा में वाकिफ है उन लोग से भी आप पढ़कर मदद लेंगे तो बहुत अच्छा होगा। എനിക്ക് എബ്രായ ഭാഷയും ഗ്രീക്ക് ഭാഷയൊന്നും അറിയില്ല, ആരാമി ഭാഷയൊന്നും അറിയത്തില്ല. എനിക്ക് ആകെപ്പാടെ അല്പാൽപ്പം അറിയാവുന്നത് മലയാളം ഭാഷയും പിന്നെ മറാഠി ഭാഷയും വായിച്ചാലും കേട്ടാലും മനസ്സിലാവും, ഹിന്ദി വായിച്ചാലും മനസ്സിലാവും, ഈവൻ ഇംഗ്ലീഷും കേട്ടാൽ കുറച്ചൊക്കെ മനസ്സിലാവും. ഇംഗ്ലീഷ് സംസാരിക്കാനൊന്നും അറിയത്തില്ല കേട്ടോ. तो मुझे तो इब्रानी भाषा या ग्रीक भाषा या अराबिक भाषा नहीं मालूम, जो इन दिनों में ज्यादा इस्तेमाल होता था, ये सब भाषाएं नहीं मालूम। मैं तो मलयालम में ज्यादा वाकिफ हूँ, और फिर मैं इधर नासिक में रहने की वजह से मराठी भाइयों से जब मैं मुठभेड़ करता तो उनका मराठी थोड़ा उधर समझता हूँ, हिंदी में है मुझे ज्यादा आ रहा, और इंग्लिश भी मैं उधर इधर थोड़ा बात समझ सकता हूँ, बस बोल नहीं पाता। നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കണം.
മനസ്സിലാക്കാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് ആ വാക്യങ്ങളുടെ പ്രകാശനം തരും. लेकिन उससे भी बड़ा ही बात क्या है, हमें पवित्र आत्मा है जो हमें वाक्य को समझने के लिए हमें मदद करता है. പ്രത്യേകിച്ചും രമാഭായ് പണ്ഡിത്തിന്റെ പിന്നെ പരിഭാഷ എന്ന് പറഞ്ഞാൽ അത് ക്ലിയർ ഗ്രീക്കിൽ നിന്നും എബ്രായിൽ നിന്നും എടുത്തിട്ടുള്ളതായിട്ട് വളരെ ഒന്നുകൂടെ ക്ലിയർ ആണ്. हमें मराठी में रमाभाई ट्रांसलेशन करके जो उनका ट्रांसलेशन है वो प्रॉपर ग्रीक से और इब्रानी भाषा से परिभाषा किया हुआ है, इसलिए वो बाइबल अगर मराठी भाई लोग इस्तेमाल कर रहे तो बहुत अच्छा होगा, आपको मदद मिलेगा. ഞാൻ ഒരു പറയാൻ ആഗ്രഹിക്കുന്ന പറഞ്ഞാല് നമ്മൾ ഈ വിഷയത്തിലാണ് ഒരുപാട് പേരും ഇന്ന് തെറ്റായ ദുരുപദേശങ്ങളിലേക്ക് പോയി വിശ്വാസികൾ പോലും വിശ്വാസ ജീവിതത്തിൽ നിന്നും തെറ്റിപ്പോകാനിടയായിട്ടില്ല. आज मैं क्यों बोलना चाह रहा हूँ, क्योंकि ये विषय को लेकर आज बहुत सारा गलत शिक्षण और बातें दुरुपदेश तक सिखाया जाता है. बहुत से विश्वासी लोगों का विश्वास ठंडा होकर पीछे हो जाने का अवस्था में, नाश होने का अवस्था में वो लोग हो रहे हैं. അപ്പോൾ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മള് ഈ റോമാലേഖനവും ഗലാത്യ ലേഖനവും വായിക്കുമ്പോഴൊക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് ആത്മാവിന്റെ രക്ഷയെക്കുറിച്ചാണ്. तो इसके लिए खास रूप में जब हम बाइबल का अध्ययन करते समय में रोमियो का पुस्तक और गलतियों का पुस्तक हम पढ़ते समय में वहां पर आत्मा का उद्धार के विषय में ज्यादा बोला है. എന്നാൽ യാക്കോബിന്റെ ലേഖനവും എബ്രായ ലേഖനവും പത്രോസിന്റെ ലേഖനവും വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് അധിക പങ്കും ഈ പ്രാണന്റെ രക്ഷയെക്കുറിച്ചാണ്. लेकिन इब्रानियों का पुस्तक पढ़ते समय में, याकूब का पुस्तक और पत्रोस के पुस्तक में पढ़ते समय में ज्यादा भाग प्राण का उद्धार के विषय में बोला गया है. നാം എല്ലാവരും ഒരിക്കൽ പാപസംബന്ധമായി മരിച്ചവരായിരുന്നു. हम लोग सब लोग एक बार पाप के विषय में हम सब मर चुके थे. എന്നാൽ നമ്മൾ സുവിശേഷം കേട്ട് നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ വീണ്ടും ജനിച്ചപ്പോൾ നമ്മുടെ ആത്മാവ് जीवन प्रापित. लेकिन सुसमाचार के द्वारा विश्वास में हम लोग सुसमाचार को सुनने के बाद हम लोग वो सुनकर विश्वास करने की वजह से क्या हो गया, हमारा नया जन्म हुआ, हमारा आत्मा जीवन हो गया, हम लोग नया जन्म पाए. നമ്മുടെ ആത്മാവിനെ ജീവിപ്പിച്ചു. നമ്മൾ എഫേസ്യർ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ एफेसों का पुस्तक 2:1 जब हम पढ़ते समय में हमारा आत्मा को जिलाया है करके हम वहां पर हम पढ़ते हैं. एफेसर ലേഖനം 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. उसने तुम्हें भी जिलाया हाँ. जो अपने अपराधों और पापों के कारण मरे हुए थे. അപ്പോൾ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു എന്നായി. तो वहां पर देखो तुम्हें जिलाया करके शब्द आया है. देखो നമ്മൾ ശ്രദ്ധിക്കണം, हमें यहाँ पर ध्यान देखना है. അപ്പോൾ കർത്താവ് നമ്മളെ എന്ത് ചെയ്തു? നമ്മളെയും ഉയർപ്പിച്ചു. तो वहां पर प्रभु ने क्या किया, हमें जिलाया. അപ്പോൾ നമുക്കിന്ന് ദൈവവുമായിട്ട് യഥാർത്ഥമായ ബന്ധമുണ്ട്. इसलिए अगर हमें प्रभु के साथ आज प्रभु के साथ सही रिश्ता है, क्योंकि हम जिलाए गए हैं. എന്നാൽ വീണ്ടും നമ്മൾ പാപത്തിൽ തുടർന്നാൽ നമ്മുടെ ആത്മീയമായിരിക്കുന്ന ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് വീഴ്ച വരാം. लेकिन अगर जिलाया जाने के बाद, प्रभु के पास रिश्ता बनने के बाद दोबारा पाप में ही बना रहा या पाप ही करता रहा, यही विचार रहा, तो हम आत्मिक बढ़ोतरी में रुकावटें आ सकता है. ദൈവത്തിൽ നിന്നും അകലുവാൻ തക്കവണ്ണം ആദാം പാപം ചെയ്ത ശേഷം പിന്നെ ആദാമിന് നടത്തിയത് അവന്റെ ആത്മാവല്ല, പിന്നെ അവനെ നടത്തിയത് ദേഹിയ അല്ലെങ്കിൽ അവന്റെ പ്രാണനിലാണ് പിന്നീട് ജീവിച്ചത്. तो हम देखते हैं कि परमेश्वर से दूर होने वाला पाप जब आदम करने के बाद, उसके बाद आदम ने का अवस्था क्या हो गया, फिर उसका आत्मा नहीं बल्कि उसका प्राण था जो उसको चला रहा था. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ വീണ്ടും ജനനം സംഭവിക്കുന്നത് വരെയും ഒരു വ്യക്തി ഈ ലോകപ്രകാരം എത്ര ബുദ്ധിമാനാണെങ്കിലും അവൻ നടക്കുന്നത് അവന്റെ ദേഹി ജീവനെ അനുസരിച്ചായിരിക്കും. तो इस दुनिया में जब तक उसका एक व्यक्ति का या एक पापी का मनुष्य का जब तक उसका आत्मा में नया जन्म नहीं होता या आत्मा का उद्धार नहीं होता, ये दुनिया का व्यक्ति कितना भी बड़ा बुद्धिमान क्यों ना हो, वो अपना प्राण के सामर्थ्य से या प्राण की इच्छा के अनुसार चलता है. അതുകൊണ്ടാണ് നമ്മൾ അനേക വിശുദ്ധന്മാരും ദൈവദിനം പറയുമ്പോഴത്തേക്കും അവര് വളരെ വിദ്യാഭ്യാസമുള്ളവരാണെങ്കിൽ അവർക്ക് ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയില്ല. इसके लिए जब हम सुसमाचार जब बोलते समय में या वचन बोलते समय में, क्योंकि उनको ज्यादा विद्या उनको मिला है, ज्यादा ज्ञान मिलने की वजह से उन लोगों को वचन को समझ में आने नहीं होता. അപ്പോൾ നമ്മൾ 1 കൊരിന്ത്യർ 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ വായിക്കുന്നത്, पहला कोरिन्थी 2:14 में हम पढ़ते हैं. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അത് അവന് ദോഷത്വമാകുന്നു. ആത്മീയമായി വിവേചിക്കേണ്ടതാകിയാൽ അത് അവന് ഗ്രഹിപ്പാൻ കഴിയുന്നതുമല്ല. परंतु शारीरिक मनुष्य परमेश्वर के आत्मा की बातें ग्रहण नहीं करता, क्योंकि वे उसकी दृष्टि में मूर्खता की बातें हैं,
और न वह उन्हें जान सकता है, क्योंकि उनकी जांच आत्मिक रीति से होती है। हाँ, वो जांच भी नहीं सकता, समझ भी नहीं सकता। അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ലോകത്തിന്റെ ജ്ഞാനത്തിൽ നമുക്ക് ദൈവാത്മാവിന്റെ ഉപദേശങ്ങളെ ഗ്രഹിക്കാൻ കഴിയില്ല. तो इसलिए एक बात का पक्का निर्णय हमें एक बात समझना है कि संसार का ज्ञान के बलबूते में हमें आत्मिक ज्ञान की बातें कभी नहीं समझ पाएंगे। അപ്പോൾ നമ്മൾ ദൈവത്തിന്റെ ആത്മാവിനെ നാം പ്രാപിച്ച് ആ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുമ്പോൾ മാത്രമേ നമുക്ക് ആത്മീയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയൂ. इसलिए एक बार नया जन्म पाते समय में जो पवित्र आत्मा हमको मिलता है, वो पवित्र आत्मा के द्वारा ही हमें वचन की बातें, आत्मिक बातें हम समझ सकते हैं। എന്തുകൊണ്ടാണ് ചിലര് സഭായോഗത്തിൽ വന്നു കഴിഞ്ഞാല് അവര് വീണ്ടും ജനിച്ചെന്നും സ്നാനപ്പെട്ടെന്നും ഒക്കെ പറഞ്ഞിട്ടും അവര് വീണ്ടും സഭയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കാരണം എന്താ അറിയാം? तो ऐसा क्यों है कि कुछ विश्वासी ऐसा होते हैं जो बोलते हैं कि हमारा नया जन्म हुआ है, बपतिस्मा भी लिया है, फिर भी आकर कलीसिया में, मंडली में आकर लोग तकलीफ देते हैं। അതിലൊരു നല്ല പങ്ക് ആൾക്കാരും യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ചവരല്ലാത്തതുകൊണ്ടാണ്. वो ऐसा तकलीफ देने वाले लोगों में खास ज्यादा से ज्यादा लोग नया जन्म नहीं पाए, इसलिए ऐसा अवस्था है। രണ്ട് പ്രകാരത്തിൽ ഇത് സംഭവിക്കാം. दोनों प्रकार में हो सकता है। ഒന്ന്, വീണ്ടും ജനിച്ചിട്ട് ആത്മീയമായി വളരാതെ വരുമ്പോഴും അത് സംഭവിക്കാം. एक है कि नया जन्म पाया है और आत्मिक उन्नति बढ़ोतरी नहीं हो पा रहा, तभी भी वो तकलीफ दे सकता है। എന്നാൽ വീണ്ടും ജനിക്കാതെ വീണ്ടും ജനിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ആത്മാവിൽ അല്ലാതെ ജീവിക്കുന്നവരുണ്ട്. അവരാണ് നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. लेकिन नया जन्म पाया है करके बोलते हैं, लेकिन उसका कोई अनुभव उनमें रहता नहीं, ऐसे लोग ज्यादा तकलीफ देते हैं। അവരെ കുറിച്ചാണ് യൂദായുടെ ലേഖനം 19 വാക്യത്തിൽ വായിക്കുമ്പോൾ ऐसे लोगों के बारे में यूदा का पुस्तक 19वां वाक्य जब हम पढ़ते हैं, അവർ ഭിന്നത ഉണ്ടാക്കുന്നവർ, പ്രാകൃതന്മാർ, ആത്മാവില്ലാത്തവർ എന്നാണ് പറയുന്നത്. और वे हैं जो फूट डालते हैं, ये शारीरिक लोग हैं जिनमें आत्मा नहीं। അപ്പോൾ അവിടെ വായിക്കുന്നത് അവര് പ്രാകൃതന്മാരാണെന്ന്. तो यहाँ पर लिखा है कि वो लोग शारीरिक लोग हैं। അപ്പോൾ എന്ന് പറഞ്ഞാൽ അവർ യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ചില്ല, मतलब अभी तक नया जन्म नहीं पाया वो लोग, എന്നാൽ വീണ്ടും ജനിച്ചിട്ടും പ്രശ്നം ഉണ്ടാക്കുന്നവരുണ്ട്. लेकिन नया जन्म प्राप्त होने के बाद भी तकलीफ देने वाले लोग हैं। അതെന്തുകൊണ്ടാണ്? वो क्यों है? അത് വാസ്തവത്തിൽ അവരുടെ ആത്മീയമായിരിക്കുന്ന വളർച്ചയല്ല. അവർക്ക് യഥാർത്ഥത്തിൽ അവരുടെ നമ്മൾ ആദ്യം വായിച്ചതുപോലെ ഈ വചനങ്ങളെ അവര് ഉള്ളിൽ കൈക്കൊള്ളാൻ കഴിയാതെ വണ്ണം അവരിൽ നിന്നും പല പാപ സ്വഭാവങ്ങൾ വസിക്കുന്നത് കൊണ്ട് അവർ വളരേണ്ടും വണ്ണം അവർ വളരുന്നില്ല. അതുകൊണ്ടും അങ്ങനെയാണ് സംഭവിക്കുക. लेकिन ये लोग विश्वासियों का भी अवस्था में क्यों ऐसा होता है, तकलीफ देता है कलीसिया में? क्योंकि हमें जैसा पहला पढ़ा, जिस पापों से वो लोग उसको हटाकर बाहर निकालना चाहिए था, हटाने के बाद ही आत्मिक उन्नति हो सकता, बढ़ोतरी हो सकता था, इस रीति में आत्मिक बढ़ोतरी ना होने की वजह से कलीसिया को एक तकलीफ हो गया। കാരണം നമുക്കറിയാം, കൊരിന്ത് സഭയെ കുറിച്ച് പറയുമ്പോഴത്തേക്കും അവർ ജഡികന്മാരായിരുന്നു. ജഡികന്മാർ എന്ന് പറഞ്ഞാൽ വീണ്ടും ജനിച്ചവരാണെങ്കിലും അവർ സമയാനുസരണമുള്ള ആത്മീയമായിരിക്കുന്ന പക്വത പ്രാപിക്കാത്തവരായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. तो यहाँ पर कलीसिया के कोरिन्थिय लोगों में भी हम पढ़ते समय में वहां पर भी देखो शारीरिक विश्वासियों के बारे में बोला गया। उनको इस तरीके से क्यों बोला गया है कि वो लोग उद्धार तो पाए हैं, लेकिन सही रीति से आत्मा में वो लोग बढ़े नहीं, इसके लिए। അതുകൊണ്ടാണ് നമ്മൾ 1 കൊരിന്ത്യർ 3:3 വായിക്കുന്നത്, നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡികന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ? ഒരു ചോദ്യമാണ്. तो वहां पर 3:3 में वहां पर देखो एक सवाल पूछ रहा है, पहला कोरिन्थी 3:3, क्योंकि अब तक शारीरिक हो, इसलिए कि जब तुम में डाह और झगड़ा है तो क्या तुम शारीरिक नहीं, और क्या मनुष्य की रीति पर नहीं चलते? हाँ। അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശരിക്കും പറഞ്ഞാല് കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട് കർത്താവിന്റെ സഭയാകുന്ന ശരീരവുമായി ബന്ധപ്പെടുന്നവർക്കെല്ലാം ആത്മാവിൽ അതിന്റെ ശരിയായ നിലയിൽ വളരുന്ന ഒരു അനുഭവം ഉണ്ടായിരിക്കും. इसके लिए हम लोग प्रभु के साथ अच्छे रीति से हमारे मुठभेड़ होते समय में आत्मा में अच्छा बढ़ोतरी का अनुभव हमें होना जरूरी है। അപ്പോൾ ഇവിടുത്തെ വിഷയം എന്തുവാ? इधर भी अभी विषय क्या है? അവരുടെ ഇടയിൽ എന്തുണ്ട്? उनके बीच में क्या है? അവരുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഉണ്ട്. उनके बीच में झगड़ा और ईर्ष्या है। അതിന്റെ അർത്ഥം അവിടെ ആ കൂട്ടായ്മ ഒരു നല്ല നിലയിൽ പോകുവാൻ അവർ സമ്മതിക്കുന്നില്ല. यानी कि मतलब क्या, वहाँ का संगति को जो है, वहाँ का जो कलीसिया का अवस्था को है, अच्छा रीति में, शांति का रीति में चलने के लिए नहीं दे रहा। എന്നിട്ട് 4-ാം വാക്യത്തിൽ പറയുന്നത് അതിനേക്കാളും വളരെ വിചിത്രമാണ്. और फिर वाक्य 4 में देखो, पहला कोरिन्थी 3:4 में उधर और विचित्र बात कहा गया है। ഒരുത്തൻ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരനെന്നും മറ്റൊരുത്തൻ ഞാൻ അപ്പൊലോസിന്റെ പക്ഷക്കാരനെന്നും പറയുമ്പോൾ നിങ്ങൾ സാധാരണ മനുഷ്യരല്ലയോ?
पढ़े। क्योंकि जब एक कहता है मैं पौलुस का हूँ और दूसरा मैं अपोलोस का हूँ, तो क्या तुम मनुष्य नहीं? അവിടെ പറയുന്നതിനർത്ഥം അവര് പക്ഷം പിടിക്കുക. तो वहां पर वो लोग क्या हो गए, एक पक्ष को पकड़ने लगा। അതിനേക്കാൾ ഒന്നുകൂടെ വിശദമായിട്ട് അതിന്റെ 1:12 വായിക്കാം. 1 Corinthians 1:12 വാക്യത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. उसका पहला अध्याय, पहला कुरिन्थी पहला अध्याय 12वां वाक्य पढ़ेंगे तो और स्पष्टता हम देखते हैं। അവിടെ ഏകദേശം 4 ഗ്രൂപ്പുകാരെ കാണാം. वहां पर 4 पक्ष को, 4 ग्रुप को हम देख सकते हैं। നോക്കണമേ, ഈ ഗ്രൂപ്പിസം ഉണ്ടാകുന്ന അല്ലെങ്കിൽ പിന്നെ സംഘടന ഉണ്ടാകുന്നതെല്ലാം ജഡീകന്മാരുടെ മധ്യത്തിലുള്ള കാര്യമാണ്. ഒരിക്കലും ഒരു ആത്മീയന്റെ കാര്യമേ അല്ല കേട്ടോ. നിങ്ങൾ വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം. इसलिए जो ग्रुप बनाता है, जो फूट लाकर चलो वो झुंड में जाते हैं, ये ग्रुप में जाते हैं, इस तरह का फूट लाने वाला स्वभाव ये आत्मा का स्वभाव है नहीं, ये शारीरिक विश्वासी का स्वभाव है। അവരുടെ ആത്മീയത്തിൽ അവർക്ക് വളർച്ച ഉണ്ടായില്ല എന്നതുകൊണ്ട് മാത്രമാണ് അവരിങ്ങനെയുള്ള ഈ സംഘം തിരിഞ്ഞിട്ടുള്ള പിന്നെ സംഘടനാപരമായ ചിന്തകളിലേക്ക് പോയി അവര് ആത്മീയ ജീവിതത്തിൽ അവർ ഒരാൾക്ക് പ്രാണന്റെ രക്ഷയിൽ അവർ തകർന്നിരിക്കുകയാണ്. तो ऐसा अवस्था क्यों होता है? आत्मिक रीति से, सही रीति से बढ़ोतरी ना पाने की वजह से, वचन के आधार पर बढ़न ना होने की वजह से क्या हो गया? वो लोग इस तरह संगति को वो लोग छोड़कर संगठना को पकड़कर उसमें बढ़ोतरी पाएंगे बोलकर फूट लाकर अलग होकर अपना अपना झुंड बनाकर जाने का ये अवस्था हो गया है। ऐसे लोगों का प्राण का उद्धार में देखा जाए तो बढ़ोतरी कुछ भी नहीं हुआ, पूरा रीति से टूट चुका है करके हम समझ सकते हैं। ഇവിടെ ഓരോരുത്തൻ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ അപ്പൊലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ യഹോവാവിന്റെ പക്ഷക്കാരൻ, ഞാൻ ക്രിസ്തുവിന്റെ പക്ഷക്കാരൻ എന്നിങ്ങനെ പറയുന്നു. तो तुम मेरे बीच में तुम लोग क्या कर रहे हो? मैं पौलोस का हूँ क्या, मैं अपोलोस का हूँ क्या, मैं केफास का हूँ क्या, मैं मसीह का हूँ क्या? इस तरह का पक्ष पकड़ा है। അപ്പോൾ അവിടെ എന്നിട്ട് പൗലോസ് തന്നെ 3 ചോദ്യം ചോദിക്കുകയാണ്. और फिर उसके बाद पौलोस वहां पर 3 सवाल पूछता है। ഒന്ന്, ക്രിസ്തു വിഭാഗിക്കപ്പെട്ടിരിക്കുന്നുവോ? वाक्य 13 पढ़े। क्या मसीह बट गया? बस हाँ। അപ്പോൾ 2, പൗലോസ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടുവോ? और दूसरा सवाल, क्या पौलुस तुम्हारे लिए क्रूस पर चढ़ाया गया? 3, അല്ല പൗലോസിന്റെ നാമത്തിൽ നിങ്ങൾ സ്നാനമേറ്റുവോ? या तुम्हें पौलुस के नाम पर बपतिस्मा मिला? ഈ 3 ചോദ്യത്തിനും കേൾവിക്കാർ ഉത്തരം പറയണം. तो ये तीनों सवालों का जवाब सुनने वाले लोग देना चाहिए। അപ്പോൾ പൗലോസ്ലിയ അല്ല നമുക്ക് വേണ്ടി മരിച്ചതെന്നുള്ള എല്ലാവർക്കും അറിയാം. हम जानते हैं कि पौलोस हमारे लिए नहीं मरा, അപ്പൊ അതിലാണെങ്കിൽ പൗലോസിന്റെ പക്ഷക്കാരൻ എന്ന് പറയാനായിട്ട് നമുക്ക് കഴിയില്ല. तो इससे तो स्पष्ट हो गया है कि हम लोग पौलोस के पक्ष है करके बोल नहीं सकते। കാരണം ക്രിസ്തുവാണ് നമുക്ക് വേണ്ടി മരിച്ചത്. അപ്പോൾ നമ്മൾ ക്രിസ്തുവിന്റെ പക്ഷക്കാരാണ്, നാം ക്രിസ്തുവിനുള്ളവരാണ്. तो क्योंकि मसीह हमारे लिए मरा है, हम मसीह के पक्ष में हैं। വീണ്ടും ചോദിക്കുന്നത്, പൗലോസ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടോ? ഇല്ല, പൗലോസ് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടില്ല. പൗലോസിന്റെ അടുത്തടുത്ത് കൊല്ലപ്പെടുകയെ. तो पौलोस क्या हमारे लिए क्रूशित हुआ है क्या? बिल्कुल नहीं। पौलोस को कैसा, उसको गला काट कर मारा गया था, എന്നാ ചരിത്രം പറയുന്ന വേദപുസ്തകമില്ല, ऐसा इतिहास कहता है, बाइबल नहीं। അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, എന്നാൽ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം അത് ബൈബിളിൽ പറയുന്നു. लेकिन प्रभु यीशु मसीह हमारे लिए क्रूस पर मरा है करके ये बात का सच्चाई बाइबल में लिखा गया है, वही सच्चा है। എന്നിട്ട് മൂന്നാം ചോദിക്കുന്നത്, പൗലോസിന്റെ നാമത്തിൽ നിങ്ങൾ സ്നാനമേറ്റുവോ? तीसरा सवाल देखो, क्या पौलोस के नाम पर तुमने बपतिस्मा लिया है क्या? ലോകത്തിൽ ആരെങ്കിലും അങ്ങനെ കൊടുത്തു കാണുന്നു ഞാൻ വിചാരിക്കുന്നില്ല. संसार में कोई भी ऐसा दिया रहेगा क्या? मैं नहीं जानता। നമ്മള് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൽപ്പന പ്രകാരം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമങ്ങളിലല്ല, നാമത്തിൽ സ്നാനമേറ്റവരാ. तो हम लोग प्रभु का वचन के आधार पर हम पिता पुत्र पवित्र आत्मा के नामों में नहीं, बल्कि पिता पुत्र पवित्र आत्मा के नाम में हमने बपतिस्मा लिया है। അപ്പോൾ ഇതൊക്കെ വളരെ വ്യക്തമായിട്ടും തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്ന സത്യങ്ങളാണ്. ये सब बातें प्रभु का वचन में हमें, ये सब बातें स्पष्टता हमें सिखाया गया है, बाइबल में लिखा गया है। എന്നാൽ ഒരു പ്രാകൃത മനുഷ്യൻ ഇതിനെയെല്ലാം വെറുതെ പിന്നെ കസർത്ത് എതിർത്ത് അതിനെ സത്യത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കും. लेकिन शारीरिक विश्वासी लोग क्या करेंगे? ये सब बातों में विरोध लाकर, सत्य के खिलाफ लाकर फूट लाने देखेंगे। ജഡീകന്മാരും അങ്ങനെയുള്ള വഞ്ചനയിൽപ്പെടാം. और इस तरह का शारीरिक और संसारिक लोग भी ये तरह का धोखा में गिर सकते हैं। അപ്പോൾ ഞാൻ പറയുന്ന സാരം എന്ന് വെച്ചാല്, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് സമയത്തിന്റെ അനുസരണമായ ആത്മീയ വളർച്ച നമുക്കുണ്ടോ? इसीलिए हमें वचन के अनुसार हम देखते समय में कहने का उद्देश्य यह है कि वचन के आधार पर, आत्मा के आधार पर हमारा बढ़ोतरी हो रहा है क्या? ശരിയായും വീണ്ടും ജനിച്ച ഒരു ദൈവത്തിന്റെ പൈതൽ ദൈവത്തിന്റെ ആത്മാവിൽ വീണ്ടും ജനിച്ചു കഴിഞ്ഞാൽ വീണ്ടും അവൻ ജീവിക്കേണ്ടത് അല്ല നടക്കേണ്ടത് അല്ല പ്രവർത്തിക്കേണ്ടത് ആത്മാവിനാലാണ്. तो इसके लिए जो सही रीति से नया जन्म पाया हुआ व्यक्ति जो आत्मा से जन्मा है, वो सही रीति से कैसा रहेगा? वचन के आधार पर चलेगा, आत्मा का शिक्षण और आत्मा के अधीन होकर वो चलेगा। അപ്പോൾ നമ്മൾ റോമാലേഖനം 8-ാം അധ്യായം 14-ാം വാക്യം വായിക്കുമ്പോൾ ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു എന്ന് വായിക്കുന്നു. हम रोमियो का पुस्तक 8 का 14 में जब हम पढ़ते समय में
इसलिए कि जितने लोग परमेश्वर के आत्मा के चलाए चलते हैं वे ही परमेश्वर के पुत्र हैं। आमेन। അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ വീണ്ടും ജനിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വെറുതെ ഒരു സംതൃപ്തിയിൽ ജീവിക്കുന്നതിൽ അതിൽ ദൈവം സന്തോഷവാനല്ല. तो अगर मैं बस मेरा नया जन्म हो चुका है बोलकर मैं परमेश्वर का पुत्र हो, नया जन्म पा लिया हो करके बोलकर उसी रीति में ठंडा होकर बैठना, इस बात में परमेश्वर खुश नहीं है। നിശ്ചയമായും ആത്മരക്ഷ എന്നുള്ളത് ദൈവത്തിന്റെ ദാനമാണ്. അത് നമ്മുടെ പ്രവൃത്തിയാൽ ലഭിക്കുന്നതേ കാര്യമേ അല്ല, അത് വിശ്വാസത്താൽ നമുക്ക് ലഭിക്കുന്നതാണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. तो ये तो बात तो स्पष्ट है कि आत्मा में जो नया जन्म हमको मिला है, आत्मा का उद्धार है, वो परमेश्वर ने हमें दान स्वरूप दिया है। इसमें हमारा क्रिया या हमारा कार्य उसमें कुछ भी नहीं है, प्रभु का दान है वो। ദൈവത്തിന്റെ വചനം പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്നു. परमेश्वर का वचन ऐसा कहा और हमने विश्वास किया। നമ്മൾ എഫെസ്യലേഖനം 2-ാം അധ്യായം 8-9 വാക്യം വായിക്കുമ്പോൾ അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. एफेसियों का पुस्तक 2 अध्याय उसका 8 और 9 पढ़ते समय में स्पष्ट रीति में लिखा गया है। നമ്മൾ വായിക്കുന്നത്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു, ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. 2 का 8 और 9। विश्वास के द्वारा अनुग्रह ही से तुम्हारा उद्धार हुआ है, और यह तुम्हारी ओर से नहीं परंतु परमेश्वर का दान है, और न कर्मों के कारण ऐसा न हो कि कोई घमंड करे। അപ്പോൾ നമുക്ക് ആർക്കും ഞാൻ നല്ലത് പ്രവർത്തിച്ചിട്ട് ഞാൻ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കരിച്ചുകൊണ്ട് പിന്നെ മുന്നോട്ട് പോകാൻ പാടില്ല. तो ऐसा दुनिया में ऐसा कोई भी व्यक्ति ऐसा नहीं रहेगा जो मैंने कुछ अच्छा कार्य करने की वजह से मैंने नया जन्म पाया है करके अहंकार वो नहीं कर सकता। അപ്പോൾ രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിന്റെ പൈതൽ, ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിച്ച ഒരു ദൈവ പൈതൽ പിന്നെ ആത്മാവിനാൽ നടത്തപ്പെടണം, ആത്മാവിന്റെ നിയന്ത്രണത്തിലായിരിക്കണം. तो एक नया जन्म पाया हुआ व्यक्ति, आत्मा में उद्धार पाया हुआ व्यक्ति, वो आत्मा का अधीन होकर चलेगा, आत्मा का नियंत्रण में चलेगा। അപ്പോൾ നമ്മൾ ഇനി നമ്മളുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ദേഹി രക്ഷയാണ്. तो उसके बाद का अगला पड़ाव क्या है? हमारा प्राण का उद्धार। അപ്പോൾ ഈ ദേഹി രക്ഷയ്ക്ക് നമ്മൾ ഒരു കാര്യം പ്രത്യേകം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ദേഹി രക്ഷയ്ക്ക് നമ്മുടെ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെടണം. तो हमारा प्राण का उद्धार का विषय जब आते समय में उसके लिए क्या है? हमारा पुराना मनुष्य को क्रूस में चढ़ाना होगा। നമ്മുടെ പുരാണ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ദേഹി, നമ്മുടെ ദേഹി ക്രൂശിക്കപ്പെടണം. मतलब वो हमारा वो प्राण, वो हमारा प्राण है जो पुराना स्वभाव से भरा हुआ है, उसको हमें क्रूस में चढ़ाना है। അത് വളരെ അതിനെക്കുറിച്ചൊരു നല്ല ഒരു കാഴ്ചപ്പാട് പലർക്കും ഇല്ല. इस विषय में जो समझ है, प्रकटीकरण है, बहुत लोगों को नहीं है। നമ്മൾ അതിനെ വളരെ ലളിതമായിട്ട് തിരുവനന്തപുരത്തോട് തന്നെ, ഞാൻ പുറത്തേക്ക് പോകുന്നേ ഇല്ല, തിരുവനന്തപുരത്ത് തന്നെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് അത് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുക. मैं एकदम स्पष्ट रीति से और आसानी रीति से जो बाइबल के अंदर से ही, वचन के अंदर से, वचन से बाहर नहीं जाऊंगा, वचन के अंदर में रहकर वो बातों को मैं बताना चाहता हूँ। നമ്മള് ഗലാത്യലേഖനം 2-ാം അധ്യായം 20-ാം വാക്യത്തില് പൗലോസിന്റെ സാക്ഷി വചനം നമുക്ക് കേൾക്കാം. हम लोग गलतियों का पुस्तक 2 का 20 में वहां पर पौलोस का गवाही को वहां पर हम देखते हैं। ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രയും ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനുള്ള വിശ്വാസത്തിൽ അത്രയും ജീവിക്കുന്നത്. मैं मसीह के साथ क्रूस पर चढ़ाया गया हूँ, अब मैं जीवित न रहा पर मसीह मुझ में जीवित है, और मैं शरीर में अब जो जीवित हूँ तो केवल उस विश्वास से भी जीवित हूँ जो परमेश्वर के पुत्र पर है, जिसने मुझसे प्रेम किया और मेरे लिए अपने आप को दे दिया। അപ്പോൾ ഇവിടെ പൗലോസിനെ പറയുന്നത് എന്താ അറിയാമോ? यहाँ पर प्रेरित पौलोस क्या कहता है? ഇവിടെ തന്റെ ശരീരമല്ല ക്രൂശിക്കപ്പെട്ടെ. तो यहाँ पर उसका शरीर नहीं क्रूस में चढ़ाया गया था, പിന്നെ എന്താണ് ക്രൂശിക്കപ്പെട്ടെ? लेकिन क्या क्रूस में चढ़ाया गया? തന്റെ പ്രാണൻ അല്ലെങ്കിൽ ദേഹി അല്ലെങ്കിൽ തന്റെ ജീവൻ, उसका प्राण यानी कि उसका जीवन, जो उसका देही है, जो उसका प्राण है, वो क्रूस में चढ़ाया गया है। നിങ്ങൾ ഇതിനെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ये आपको स्पष्ट रीति से समझ लेना। കാരണം എന്നിട്ട് അവിടെ തന്നെ പറയുന്നുണ്ട്, ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ. അപ്പോൾ ജഡത്തിൽ ജീവിക്കുന്നത്, അപ്പോൾ ജഡം ഇപ്പോഴും ജീവിക്കുകയാണ്. तो अभी जो मैं शरीर में जी रहा हूँ, मतलब क्या? तो मेरा शरीर अभी भी जी रहा है। അപ്പോൾ ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ എന്തുവാണ്? तो मैं मसीह के साथ क्रूस पर चढ़ाया गया हूँ, मतलब वो मैं कौन हूँ? അതാണ് തന്റെ പ്രാണൻ അല്ലെങ്കിൽ ദേഹി അല്ലെങ്കിൽ ജീവൻ എന്ന് പറയുന്നത്. तो वही है, उसका प्राण है, जो उसका देही जो हम बोलते हैं, या फिर उसका जीवन। നിങ്ങൾ ഈ കാര്യത്തെ ഒന്ന് ശരിക്കും മനസ്സിലാക്കണം. इस विषय को आप अच्छी रीति से समझना। നമ്മൾ ഇങ്ങനെ കർത്താവിനോട് മരിക്കുമ്പോൾ ഉള്ള ഒരു സമയത്തെ കുറിച്ചാണ് നമ്മൾ കൊളോസ് ലേഖനത്തിൽ 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തെ വായിക്കുമ്പോൾ, तो हम मसीह के साथ मरने का विषय को हम कोलोसों का पुस्तक उसका 3रा अध्याय 3रा वाक्य में जब पढ़ते हैं, നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. तुम तो मर
मर गए और तुम्हारा जीवन मसीह के साथ परमेश्वर में छुपा हुआ है। मैं അതെന്താ മരിച്ചത്? वो कब मरा? ഏ, അവന്റെ പ്രാണൻ അല്ലെങ്കിൽ അവന്റെ ദേഹി, അവന്റെ ജീവൻ ഇല്ലാതായെന്നാ, അവന്റെ ജീവൻ മരിച്ചതാ, അത് തീർന്നതാ പറഞ്ഞ സാരം. तो मतलब क्या, वो उसका खुद का जीवन जो उस पे आश्रय करके जीने वाला वो जीवन, वो प्राण, वो मसीह के साथ क्रूस में चढ़ाया गया है। നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? क्या आप लोगों को ये बात समझ में हो रहा है क्या? നിങ്ങൾ വളരെ പ്രാർത്ഥനയോടുകൂടെ ഇത് ദൈവത്തിന്റെ ആത്മാവിൽ തന്നെ ഗ്രഹിക്കണം. പ്രിയ आप लोग बहुत ही प्रार्थना पूर्वक प्रभु का आत्मा की मदद से ये बात को आप समझे। നാം ഇന്ന് നമ്മുടെ ജീവനിൽ ജീവിക്കേണ്ടവരല്ല. നമ്മുടെ ജീവൻ എന്നുള്ളത് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ തന്നെ ആ ക്രൂശിനോടുകൂടെ ചേർക്കപ്പെടുകയും ക്രിസ്തുവിനോട് ചേർന്ന് നമ്മുടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മൾ മാറ്റപ്പെടുകയും ചെയ്തു കഴിഞ്ഞു. तो अभी हम लोग हमारे जीवन के आधार पर नहीं, हमारी इच्छा के अनुसार बल्कि जीने के लिए नहीं है, बल्कि जिस दिन हमने प्रभु यीशु मसीह को अपना उद्धारकर्ता और प्रभु बोलकर हमने ग्रहण किया था, वो नया जन्म के दिन क्या हो गया था, मेरा जो स्वयं है, मेरा स्वभाव जो है, उसको मैं करके बोलने वाला व्यक्ति को, प्राण को तभी क्रूस पर चढ़ा दिया गया था। അപ്പോൾ പിന്നെ നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത് എങ്ങനെയാ? तो अभी मैं जी रहा हूँ, कैसे जी रहा हूँ? ഏത് ജീവനല്ല ജീവിക്കുന്നത്? तो कौन सा जीवन से मैं जी रहा हूँ? പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ജീവൻ ക്രിസ്തുവാണ്. आज हमारा जीवन मसीह है, അതാണ് ക്രിസ്തീയ ജീവിതം. वही तो है मसीह जीवन। ഞാനിത് ഒരു ആരംഭ ക്ലാസ് ആവട്ടോ, നിങ്ങൾ ആരും പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്ത് നിങ്ങൾ മുഴുവൻ കേൾക്കണം. तो ये अभी एक शुरुआत का क्लास है जो मैं अभी ले रहा हूँ, इसलिए आगे के क्लासों भी आप ध्यान पूर्वक सुनना। ये पहला क्लास सुनकर आप बंद नहीं करना। നിങ്ങൾ പെട്ടെന്ന് നിരാശരാകരുത്. നിങ്ങൾ ഇതൊന്നും ഗ്രഹിക്കാനായിട്ട് നിങ്ങൾ ഈ കാര്യം, ഇത് വലിയ ആഴമായ ആത്മീയ സത്യമായതുകൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ ഒരല്പം പ്രയാസം ഉണ്ടാവും. കാരണം നമുക്ക് ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊന്നും ലഭിച്ചിട്ടില്ല പലർക്കും. तो इसके लिए ये बातें बहुत कठिन है बोलकर अब मैं आगे नहीं सुनना चाहता हूँ बोलकर ऐसा मनोभावना नहीं रखना, क्योंकि ये बहुत कठिन बात रहेगा। पहले बार शायद आप लोग सुने रहे, क्योंकि इसका बात लोग ज्यादा नहीं करते, इसलिए आप लोग ध्यान पूर्वक हमारे साथ बने रहना। കേട്ടിട്ടുള്ളവർക്ക് ഇത് വീണ്ടും വീണ്ടും അവർക്ക് വളരെ പ്രോത്സാഹനം നൽകുന്നതാണ്. और जिन्होंने ये बात सुना है उन लोगों के लिए आज का संदेश तो प्रोत्साहन है। ഒന്നും കൂടി അവർക്ക് അവരുടെ ജീവിതത്തെ ഒന്നുകൂടെ വിചിന്തനം ചെയ്യാനും ഒന്നുകൂടെ കർത്താവിലേക്ക് സമർപ്പിച്ച് വീണ്ടും അതിൽ ശക്തിപ്പെടാനൊക്കെ ഇത് കാരണമാവും. तो उन लोगों के लिए जिन्होंने सुना है वो लोग फिर से अपना ये वचन को सुनकर अपना जीवन को परख कर मसीह में सीधा करने का एक अच्छा मौका है। അപ്പോൾ യഥാർത്ഥ രക്ഷിക്കപ്പെട്ട ആ വ്യക്തി ശരിക്കും പറഞ്ഞാൽ രക്ഷിക്കപ്പെടുമ്പോൾ അവന്റെ പ്രാണൻ, അവന്റെ ജീവൻ അതും ക്രിസ്തുവിനോട് കൂടെ ക്രൂശിൽ ക്രൂശിക്കപ്പെടുകയാണ്. तो इसके लिए हम देखते हैं कि जो सच्चा नया जन्म पाया हुआ विश्वासी उसी समय में जब उसने विश्वास किया, वो समय में वो क्या विश्वास कर रहा है, वो उसके साथ ही साथ उसका प्राण, उसका जीवन भी क्रूस में चढ़ाया गया है। എന്നിട്ട് വീണ്ടും അവൻ ജീവിക്കുന്നത് ആ കൊളോസ്യർ 3:4 വായിക്കുന്നു, നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ. അപ്പൊ നമ്മുടെ ജീവൻ ഇപ്പോൾ എന്താണ്? നമ്മുടെ ജീവൻ ക്രിസ്തുവാണ്. तो वहां पर फिर वाक्य कोलोस्यर 3:4 में जब हम पढ़ते समय में हमारा जीवन जो मसीह है जो प्रकट होगा, तो वो स्पष्ट कितना स्पष्ट रीति में लिखा गया। अभी वो जीवन जो मसीह जीवन जी रहा है, वो जीवन कौन है? मसीह है। അപ്പോൾ ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവാകുന്ന ജീവനിൽ നമ്മൾ ജീവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ക്രിസ്തീയ ജീവിതം, അല്ലെങ്കിൽ ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് പറയാൻ യോഗ്യം. तो आज मैं एक मसीह हूँ या एक मसीह जीवन जी रहा हूँ बोलने का कारण क्या है? क्योंकि उसके अंदर का जीवन मसीह है। ഇനി ഞാൻ ഇതിനെ ഒന്നുകൂടെ നിങ്ങൾക്ക് ആഴമായി മനസ്സിലാക്കാനായിട്ടൊരു കാര്യം പ്രത്യേകം പറയാം. यही बात को और गहराई में समझने के लिए मैं कहना चाहता हूँ। നമ്മുടെ ജീവൻ ഒരിക്കലും വെളിപ്പെടാതെ ക്രിസ്തുവിന്റെ ജീവൻ നമ്മൾ വെളിപ്പെടണമെങ്കിൽ അതിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ. हमें हमारा जीवन हमारे अंदर प्रकट ना होने के लिए, मसीह का ही जीवन प्रकट हुए ये बात को होने के लिए एक ही रास्ता है। അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. वो आप ध्यान पूर्वक सुनना, കാരണം ഓരോ ദിവസവും നമ്മൾ കർത്താവിനെയാണല്ലോ അനുഗമിക്കുന്നത്. क्योंकि एक एक दिन हम लोग प्रभु के पीछे हो रहे हैं ना। അങ്ങനെയാണ് അനുഗമിക്കുന്നതെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അനുഗമിക്കേണ്ടത്? तो प्रभु के अगर पीछे हो रहे हैं तो किस रीति से हमें पीछे होना है? കർത്താവ് പറഞ്ഞത് തന്നെ, കർത്താവിന്റെ ശബ്ദം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ലൂക്കോസ് 9:23. लूका 9:23 में जैसा प्रभु ने कहा वही बात को मैं पढ़ा रहा हूँ। പിന്നെ അവൻ അവരോട് പറഞ്ഞത്, എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. यदि कोई मेरे पीछे आना चाहे तो अपने आप को इनकार करे और प्रतिदिन अपना क्रूस उठाए हुए मेरे पीछे हो ले। അപ്പോൾ ഇവിടെ പറയുന്നത് തന്റെ ദേഹി ജീവനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ക്രൂശ് എടുത്ത് അനുഗമിക്കണം. तो यहाँ पर भी देखो, अपना प्राण का जीवन को प्रतिदिन ठुकरा कर क्रूस उठाकर मेरे पीछे होना है। അപ്പോൾ ഇത് എല്ലാ ദിവസവും നമ്മൾ ജീവിക്കേണ്ട ഒരു ജീവിതമാണ്. ये हमें प्रतिदिन जीने का जीवन की बात है। ക്രിസ്തുവിലായതിനു ശേഷം എത്രയോ പ്രാവശ്യം
നമ്മൾ ഈ ക്രൂശ് എടുക്കുന്ന തത്വം അതിന്റെ യാഥാർത്ഥ്യത്തെ നമ്മൾ മറന്നുപോയി ജീവിച്ചിട്ടുണ്ടാകാം. हम लोग विश्वासी हो जाने के बाद कितने बार क्रूस उठाकर चलने वाला जो सच्चाई है उस बात को हम लोग भूल गए होंगे. നമ്മൾ കർത്താവ് പഠിപ്പിച്ച ഒരു അതിനേക്കാൾ വളരെ ആഴമായ ഒരു കാര്യത്തിലേക്ക് വീണ്ടും നിങ്ങളെ കൊണ്ടുവരാൻ ആഗ്രഹിക്കും. हम लोग प्रभु ने इस विषय में कहा हुआ और भी गहराई की बातों को मैं कहना चाहता हूँ. നമ്മൾ ഈ ശബ്ദങ്ങൾ പലപ്പോഴും ഈ എടുത്ത് നമ്മൾ വിചിന്തനം ചെയ്തെന്ന് വന്നേക്കാം. ये वाक्यों को आपने बहुत बार लेकर आपने सोचा होगा നമ്മൾ വിചിന്തനം ചെയ്യേണ്ടി വന്നേക്കാം. या फिर इस विषय में सोचना आपको पड़ेगा. നമ്മള് മത്തായിയുടെ സുവിശേഷം അതിന്റെ 16-ാം അധ്യായം 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. मत्ती का सुसमाचार 24 വരെ 24 മുതൽ 26 വരെ 16 अध्याय उसका 24 से 26. പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. എന്റെ നിമിത്തം ആരെങ്കിലും തന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തന്റെ ജീവനെ, ഇവിടെയും ജീവൻ എന്നാണ്, തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്തു പ്രയോജനം? അല്ല, തന്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്തു മറവിൽ കൊടുക്കും? तब यीशु ने अपने चेलों से कहा, यदि कोई मेरे पीछे आना चाहे तो अपने आप का इनकार करे और अपना क्रूस उठाए और मेरे पीछे हो ले. क्योंकि जो कोई अपना प्राण बचाना चाहे वो उसे खोएगा, और जो कोई मेरे लिए अपना प्राण खोएगा वो उसे पाएगा. यदि मनुष्य सारे जगत को प्राप्त करे और अपने प्राण की हानि उठाए तो उसे क्या लाभ होगा? क्या मनुष्य अपने प्राण के बदले क्या देगा? मनुष्य हाँ, हिंदी में वो प्राण शब्द आया है, लेकिन मलयालम में पढ़ेगा तो जीवन करके आया था. അപ്പോൾ ഇവിടെയെല്ലാം നമ്മൾ കാണുന്നത് ഇവിടെ പിന്നെ ജീവനെ അല്ലെങ്കിൽ ദേഹിയെ നമ്മൾ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ നമ്മൾ അതിനെ കളയും. അപ്പൊ നമ്മുടെ ദേഹി രക്ഷ നഷ്ടമാക്കി കളയുമെന്നാണ് കർത്താവ് പറഞ്ഞത്. तो यहाँ पर देखो, यदि तुम अपना प्राण को बचाने की कोशिश करोगे तो तुमको क्या होगा? प्राण में जो मिलने वाला जो जीवन का जो प्रतिफल है वो तुम लोग खो बैठोगे. तो जो प्राण को अगर बचाया तो तुम लोग वो खोओगे. നിങ്ങളൊരു ഈ കാര്യം കർത്താവിടെ പഠിപ്പിച്ച ഈ കാര്യം നമ്മൾ വളരെ വ്യക്തമായിട്ട് അതിന്റെ ആഴമായിട്ട് പഠിക്കേണ്ട ആവശ്യമുണ്ട്. इसलिए प्रभु ने जो कहा हुआ बातों को एकदम स्पष्ट रीति से और गहराई से इसको बात को समझना जरूरी है. ഒന്നെങ്കിൽ നമ്മൾ നമ്മുടെ ജീവനെ കൊണ്ട് നമ്മൾ ലോകത്തെ നേടും. एक क्या हो सकता है? हमारा जीवन के बलबूते से हम लोग संसार जीत सकते हैं. ഇല്ലെങ്കിൽ നമ്മൾ ക്രിസ്തുവിനെ നേടും. या फिर क्या होगा? हम मसीह को पाएंगे. അതിന് നമ്മൾ ജീവൻ കളയണം. उसके लिए हमें अपना जीवन को खोना पड़ेगा. ഈ വലിയൊരു വിഷയമാണ് പഠിക്കേണ്ടത്. यही एक विषय है जो गहराई से हमें समझना है. ഈ ജീവൻ അല്ലെങ്കിൽ ഈ ദേഹിയെ നമുക്ക് നഷ്ടപ്പെടുത്തിയെങ്കിൽ മാത്രമേ നമുക്ക് കർത്താവിനെ നേടുവാൻ കഴിയൂ, കർത്താവിനെ ജീവനായിട്ട് നമുക്ക് അനുഭവിക്കാൻ കഴിയൂ. तो ये समय में हम अपना प्राण को अगर खो बैठेंगे तो ही हमें मसीह को हम पा सकते हैं. ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഒരു ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു പ്രയാസം ഉണ്ടാവും. ये बात को जल्दी से समझने के लिए कुछ लोगों को तकलीफ होगा. നമുക്ക് നമ്മുടെ ആത്മരക്ഷ ഞാൻ പറഞ്ഞല്ലോ ദാനമാണ്. സ്വർഗത്തിൽ നമുക്ക് ഇടം ദാനമാണ്, എന്നാൽ സ്ഥാനം ദാനമല്ല. और हमें देखो, आत्मा का उद्धार का विषय में देखा जाए तो आत्मा का उद्धार जो है वो वहां पर हमें मुफ्त में हमें मिला है. और स्वर्ग में जो हमें स्वर्गीय स्थानों में ले जाने का जो अवस्था है, वो जगह है, वो भी हमको मुफ्त में दिया जा रहा है. लेकिन स्वर्गीय स्थान में जो हमको पदवी मिलेगा, जो स्थान मिलेगा, वो मुफ्त में नहीं है, उसको हमें पाना है. നിങ്ങൾക്കറിയാമല്ലോ സ്വർഗത്തിൽ ചെറിയവരും വലിയവരൊക്കെ ഉണ്ടെന്ന്. क्या आप लोग जानते हैं क्या स्वर्ग में बड़े लोग भी हैं और छोटे लोग भी हैं? ഈ ചെറിയവരും വലിയവരും എന്നുള്ള ഈ പദവിയിലേക്ക് നമ്മളെ നയിക്കുന്നത് നമ്മുടെ ദേഹീ ജീവനെ നഷ്ടമാക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും വലിയൊരു ശതമാനം. तो इसमें से हमें जो सबसे बड़ा बात हमें क्या समझना है कि स्वर्ग में बड़ा और छोटा होने का वो पदवी का वो रैंक उनको ऐसा अवस्था क्यों मिल रहा है? आज भूमि में उन लोगों ने किस तरह अपना प्राण का जीवन जिया, प्राण को लोग खो बैठकर मसीह को पाया है क्या? इस आधार पर रहेगा जब बड़ा बात जो प्रभु न्याय कर विश्वासी को पदवी देने वाला. അപ്പോൾ നമ്മൾ ദൈവത്തിന്റെ വചനം അനുസരിക്കുവാനായിട്ട് നമ്മൾ വില കൊടുക്കേണ്ടി വരും. ഇപ്പൊ വില കൊടുക്കേണ്ടതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ പ്രാണനെ നമുക്ക് വിട്ടുകളയേണ്ടി വരും.
ആ വിട്ടുകളിൽ നിന്ന് അനുഭവത്തിലാണ് നമുക്ക് വലിയവനെന്നുള്ള പദവിയിലേക്ക് ഉയരുവാൻ കഴിയുന്നത്. तो इसके लिए हमें प्रभु का राज्य में पदवी पाना है, तो कुछ बातें पाना है तो हमें खोना पड़ेगा. तो खोने का विषय में क्या है? हमारा प्राण का ये जीवन, हमारा सुख विलास का ये जीवन. जितना हम लोग अपना प्राण को जीवन को छोड़ेंगे, उतना बड़ा पदवी स्वर्ग राज्य में प्रभु हमको देगा. പ്രിയ ദൈവമക്കളോട് ഞാൻ പറയട്ടെ, വിശുദ്ധന്മാരോട് ഒരു കാര്യം പറയട്ടെ, നമുക്ക് ഈ ചെറിയൊരു ആയുസിൽ ഇരുന്നു കൊണ്ട് തന്നെ നിത്യതയുടെ കാഴ്ചപ്പാട് നമ്മൾ ശരിയായി കാണണം. इसलिए हे प्रियो, मैं प्रियो को कहना चाहता हूँ कि इस दुनिया में हमें ये छोटा सा उम्र जो हमको प्रभु ने दिया है, ये छोटा सा उम्र में स्वर्ग की बड़ी बातों का प्रकटीकरण और नजरिया होना जरूरी है. ഞാൻ ഒരു വാക്കോടെ വായിച്ചിട്ട് ഞാൻ ഇവിടെ ഇന്നത്തെ സന്ദേശം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. मैं एक और वाक्य पढ़कर आज के क्लास को मैं बंद करना चाहता हूँ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 19-ാം വാക്യം. मत्ती का पुस्तक 5:19. इसलिए जो कोई इन छोटी से छोटी आज्ञाओं में से किसी एक को तोड़े और वैसे ही लोगों को सिखाए, वो स्वर्ग के राज्य में सबसे छोटा कहलाएगा. परंतु जो कोई इन आज्ञाओं का पालन करेगा और उन्हें सिखाएगा, वही स्वर्ग के राज्य में महान कहलाएगा. അപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മള് കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നതായ ആ കാര്യങ്ങളെ അത് വ്യക്തമായി നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ പ്രമാണിക്കുകയും ചെയ്തുകൊണ്ട് നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ, ശുശ്രൂഷിക്കുന്നുവെങ്കിൽ नित्यदेव നമുക്ക് വലിയവനെന്ന പേര് ലഭിക്കും. तो इसके लिए यहाँ पर देखो, अगर ये वचनों को यदि हम लोग सिखाए, पहले अपना जीवन में इसके लागू करना है और यही बात हम दूसरों को सिखाएंगे तो परमेश्वर का राज्य में महान या बड़ा कहलाया जाएगा. ഇല്ലെങ്കിൽ കർത്താവ് പറയാണ്, ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്നഴിക്കുകയും കണ്ടോ, ഏറ്റവും ചെറിയതെന്ന് തോന്നിയത് പോലും ഒന്ന് അതുപോലെ ഗൗരവമായി പഠിപ്പിച്ചില്ലെങ്കിൽ അവിടെ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനെന്ന് വിളിക്കപ്പെടും. लेकिन इसमें से अगर एक छोटा सा आज्ञा को यानी एक छोटा सा वचन को भी अगर हम लोग उल्लंघना करें या तोड़े या उसको गलत शिक्षण दे तो प्रभु का राज्य में हम छोटा कहलाया जाएगा. ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. इसलिए हे प्रियो, मैं एक बात आपको बताना चाहता हूँ. നമുക്ക് നിത്യതയിൽ ലഭിക്കുന്ന സ്ഥാനങ്ങൾ വെറുതെയല്ല. हमें अनंतता का राज्य में हमें मिलने वाला जो पदवी और स्थान है वो ऐसा आसान नहीं, वैसे ही नहीं मिल रहा. ആത്മരക്ഷ ദാനമാണ്. आत्मा का जो उद्धार है वो दान स्वरूप हमको मिल चुका है. എന്നാൽ നിത്യതയിൽ ലഭിക്കുന്ന സ്ഥാനങ്ങൾ, ആ വലുപ്പം, അത് നമുക്ക് വെറുതെ ലഭിക്കുന്നതല്ല. तो और अनंतता में मिलने वाला पदवी या बड़ा होगा या छोटा होगा, वो जो स्थान है वो ऐसी मुफ्त में नहीं मिल रहा. ഈവൻ നമുക്ക് കർത്താവിനോട് 1000 ആണ്ട് വാഴ്ചയിൽ വാഴണമെങ്കിലും അത് നമുക്ക് വെറുതെ ലഭിക്കില്ല. और यहाँ तक कि हमें प्रभु के साथ 1000 वर्ष का राज्य में प्रभु के साथ राज्य भी करना है तो वो भी हमको मुफ्त में नहीं मिल रहा. നമ്മള് ഒരു വാക്യം വായിച്ചോട്ടെ. एक वाक्य 2 തിമോത്തി 2-ാം അധ്യായം 11-12 വാക്യം. दूसरा तिमोथी 2 अध्याय 11 और 12. നാം അവനോട് കൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. നാം തള്ളിപ്പറയുമെങ്കിൽ അവൻ നമ്മയും തള്ളിപ്പറയും. നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. തന്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയില്ലല്ലോ. ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു. അപ്പോൾ ഇവിടെ നാം സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴുന്നു. 11 से 13 पढ़ना. यह बात सच है कि यदि हम उसके साथ मर गए हैं तो उसके साथ जिएंगे भी. यदि हम धीरज से सहते रहेंगे तो उसके साथ राज्य भी करेंगे. यदि हम उसका इनकार करेंगे तो वह भी हमारा इनकार करेगा. यदि हम अविश्वासी भी हो तो भी वह विश्वास योग्य बना रहता है, क्योंकि वह आप अपना इनकार नहीं कर सकता. तो 12 में वहां पर देखो क्या लिखा है, यदि अगर हम धीरज से सहेंगे तो उनके साथ हम राज्य करेंगे. പ്രിയമുള്ളവരെ, നമുക്ക് ജീവകിരീടം സൗജന്യമായി കിട്ടുമോ? क्या हम लोग को जीवन का मुकुट ऐसे ही मुफ्त में देगा क्या? नहीं, ഇല്ല പ്രിയമുള്ളവരെ, कभी नहीं. അപ്പോൾ നമ്മൾ ഈ വിഷയങ്ങൾ നമ്മൾ ശരിയായി ഈ ചെറിയ ആയുസ്സിൽ നമ്മൾ നന്നായി മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് നിത്യതയിൽ ഭയങ്കര നഷ്ടമായി. तो इसके लिए ये सब विषयों को अगर अभी हम लोग सही रीति से समझे नहीं, इसको मनन नहीं किया तो अनंतता में हमको बहुत बड़ा हानि उठाना पड़ेगा. അതിന് നമ്മുടെ ഈ പ്രാണന്റെ രക്ഷ എന്നുള്ള ഈ വിഷയത്തെ നമ്മൾ വളരെ ശരിയായ നിലയിൽ ആഴമായി തിരുവചനത്തിലൂടെ നമ്മൾ പഠിക്കണം. इसीलिए प्राण का उद्धार के विषय जब आते समय में इस विषय को हमें बहुत ही गहराई से स्पष्ट रीति से हमें सीखना समझना जरूरी है. ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് ഇന്ന് അല്പമായിട്ടെങ്കിലും മനസ്സിലായി കാണും. मैं विश्वास कर रहा हूँ और मेरा आग्रह यही है कि आपने कुछ तो आज के संदेश के द्वारा समझा होगा. ആദ്യമായി കേട്ടവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഒരു വലിയ ഒരു ഞെടുക്കം സംഭവിച്ചു കാണാം. जिसको
अगर पहले बार अगर आप ये बात संदेश सुन रहा है तो शायद आपको झटका लगा होगा, കാരണം ഇന്ന് ഒരുപാട് കൂട്ടായ്മകളില് സഭകളില് ഈ കാര്യം ഇന്ന് ഇത്ര വിശദമായി പഠിപ്പിക്കുന്നില്ല. क्योंकि आज बहुत सारा संगतियों में और संगठनाओं में भी ये तरह का सत्य नहीं सिखाया जाता. നമ്മുടെ ഈ സത്യം ഇപ്പോൾ അറിഞ്ഞില്ല എങ്കിൽ, നമ്മൾ തിരുവെഴുത്തുകളുടെ ഈ യാഥാർത്ഥ്യങ്ങൾ അറിഞ്ഞില്ല എങ്കിൽ നമുക്ക് നിത്യതയിൽ വലിയ നഷ്ടമുണ്ടാകും. तो अगर ये सत्य अगर आज अगर हमको समझ में नहीं आएगा, अनंतता में बहुत बड़ा हानि उठाना पड़ेगा. ഇപ്പോഴാണ്, ഈ ചെറിയൊരു ആയുസിലാണ് നമ്മൾ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങേണ്ടത്. നാം നേടേണ്ടതെല്ലാം ഇവിടെ വെച്ച് നമ്മൾ നേടണം. ഇല്ലെങ്കിൽ നമുക്ക് നിത്യതയിൽ അത് അനുഭവമാക്കാൻ കഴിയില്ല. तो अनंतता का राज्य में जो धन इकट्ठा करना है वो आज इधर भूमि में अभी का जीवन में ही अभी करना है, आने वाले युग में नहीं. അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളിത് കേൾക്കുക, എന്നിട്ട് അത് വീണ്ടും വിചിന്തനം ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിനകത്ത് താഴെ എൻ്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ, നിങ്ങൾ ആ ഫോൺ നമ്പറിൽ വിളിക്കണം. നിങ്ങൾ മെസ്സേജ് അയക്കേണ്ട, എന്നോട് ഫോണിൽ വിളിക്കുക. ഞാൻ നിങ്ങളോട് ആ കാര്യങ്ങൾ വളരെ വിശദമായി തിരുവചനത്തിലൂടെ ദൈവം നമുക്ക് പ്രകാശിച്ചു തന്ന ആ പ്രകാശത്തെ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം. तो इसके लिए आज का जो सुना हुआ विषय है, यदि अगर आप लोग उस विषय में कुछ भी अगर शंका हो या सही रीति से बातें अगर समझा ना हो तो उसमें डिस्क्रिप्शन में उसमें वहां पर मेरा नंबर वहां पर लिखा गया है. आप वो नंबर लीजिए, कोई भी समय पर आपको रहते समय में आप कॉल कीजिए. मैसेज करने का भी जरूरत नहीं है, डायरेक्ट कॉल करके आप सवाल पूछिए. जो आपको शक है वचन के आधार पर आपको बताया जाएगा. നിങ്ങൾ ബൈബിളിലുള്ള ഏതെങ്കിലും ചോദ്യം ചോദിക്കുകയല്ല വേണ്ടേ, ഇന്ന് പഠിപ്പിച്ച വിഷയങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലാകാത്ത വിഷയങ്ങളാണ് ചോദിക്കേണ്ടത്. तो वहां पर बाइबल में अचानक से कुछ भी सवाल उठाकर नहीं पूछना, बल्कि जो विषय आज हमने जो विषय सिखाया है उस विषय में अगर आपको कोई भी शक है या शंका है तो उस पे आप पूछना. കർത്താവ് നിങ്ങളെ ധാരാളമായിരിക്കട്ടെ. प्रभु आप सबको आशीष करे. കർത്താവിന്റെ കൃപ നിങ്ങളെല്ലാവരും കൂടെ. प्रभु का अनुग्रह सब पर बने रहे. प्रेज़ द लॉर्ड.